وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, നോമ്പ് സബറിൻ്റെ ഇബാദത്താണ്. റമദാൻ ക്ഷമയുടെ മാസമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഖായിദത്തുൻ ഫി സബർ എന്ന പേരിൽ പ്രസിദ്ധമായൊരു റിസാലയുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ജഅലല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദഹുൽ മുഅ്മിനീൻ ബികുല്ലി മൻസിലത്തിൻ ഖൈറൻ മിൻ ഫഹുവ ദായിമൻ ഫീ നിഅമതി മിൻ റബ്ബിഹിം അസാബഹും മാ യുഹിബ്ബൂൻ ഔ മാ യക്റഹൂൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ മുഅ്മിനുകളായ അടിമകൾക്ക് ഏതവസ്ഥയിലും ഖൈർ നിശ്ചയിച്ചിരിക്കുന്നു. അവർ റബ്ബിൻ്റെ അനുഗ്രഹത്തിലാണ് ഏത് കാലത്തും ഏതവസ്ഥയിലും. ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടിയാലും പ്രയാസമുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും. وجعل أقضيته وأقداره التي يقضيها لهم ويقدرها عليهم متاجر يربحون بها عليه. അള്ളാഹു അവൻ്റെ വിധി, അവൻ്റെ തീരുമാനം മുഅ്മിനീങ്ങൾക്ക് ലാഭം കൊയ്യാനുള്ള കാര്യങ്ങളായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വതുറുഖൻ യസിലൂന മിൻഹ ഇലൈഹി, അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയായിട്ടാണ് അള്ളാഹു അതെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. كما ثبت في الصحيح عن إمامهم ومتبوعهم الذي إذا دعي يوم القيامة كل أناس بإمامهم دعوا به صلوات الله وسلامه عليه. മുഅ്മിനീങ്ങളുടെ ഇമാമായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുള്ളതുപോലെ അള്ളാഹു ജനങ്ങളെല്ലാം അവരുടെ നേതാക്കൾക്ക് പിന്നിലായിട്ടാണ് വിളിക്കുക. പരലോകത്ത് ഈ ഉമ്മത്തിനെ അള്ളാഹു വിളിക്കുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായിക്കൊണ്ടാണ്. എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിൻ്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു അജബ്, അവൻ്റെ കാര്യമെല്ലാം അത്ഭുതമാണ്. മാ യഖ്ദില്ലാഹു ലഹു മിൻ ഖദാഇൻ ഇല്ലാ കാന ഖൈറൻ ലഹ്, അള്ളാഹു അവൻ്റെ കാര്യത്തിൽ വിധിച്ച ഏത് വിധിയും അവന് ഖൈറാണ്. ഇൻ അസാബത്ഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹ് വഇൻ അസാബത്ഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹ്. സന്തോഷമുണ്ടാക്കുന്ന കാര്യം അവന് ലഭിച്ചാൽ അവനതിൽ അള്ളാഹുവിന് നന്ദി കാണിക്കും. അങ്ങനെ മുഅ്മിൻ അത് ഖൈറായിത്തീരും. ഇനി പ്രയാസകരമാണ് കാര്യമെങ്കിൽ അവനതിൽ ക്ഷമിക്കും. അങ്ങനെ അതവന് ഖൈറായിത്തീരും. ഫഹാദൽ ഹദീസു യഉമ്മു ജമീഅ അഖ്ദിയതിഹി ലിഅബ്ദിഹിൽ മുഅ്മിൻ, അള്ളാഹു മുഅ്മിനിൻ്റെ കാര്യത്തിൽ വിധിക്കുന്ന ഏത് കാര്യത്തിനും ഇത് ബാധകമാണ്. വഅന്നഹാ ഖൈറുൻ ലഹു ഇദാ സബറ അലാ മക്റൂഹിഹാ വശക്കറ ലിമഹ്ബൂബിഹ, പ്രിയങ്കരമായ കാര്യം കിട്ടിയാൽ അവൻ നന്ദി കാണിച്ചാൽ അവന് ഖൈറാകും. പ്രയാസമുണ്ടായാൽ അവൻ ക്ഷമിച്ചാൽ അതവന് ഖൈറാകും. ബൽ ഹാദാ ദാഖിലുൻ ഫി മുസമ്മൽ ഈമാൻ, അല്ല തീർന്നില്ല, ഇത് ഈമാനിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ്. ഫഇന്നഹു കമാ ഖാല സലഫ് അൽ ഈമാനു നിസ്ഫാൻ, നസ്ഫുൻ സബ്റുൻ വനസ്ഫുൻ ശുക്റുൻ. സലഫുകൾ മുൻഗാമികൾ പറഞ്ഞത് കാണാം, ഈമാൻ രണ്ടു പകുതിയാണ്. നസ്ഫുൻ സബ്റുൻ വനസ്ഫുൻ ശുക്റുൻ. ഒരു പകുതി ക്ഷമയാണെങ്കിൽ അടുത്ത പകുതി ശുക്റാണ്, നന്ദിയാണ്. കഖൗലിഹി തആല, അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്ന ഫി ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശക്കൂർ. ഇതിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്, തെളിവുകളുണ്ട്. ആർക്കാണത് ഉൾക്കൊള്ളാൻ കഴിയുക? ആർക്കാണത് പ്രയോജനപ്പെടുക? ലികുല്ലി സബ്ബാരിൻ ശക്കൂർ. സബ്ബാർ ആരാണ്? നന്നായി ക്ഷമിക്കുന്നയാൾ. ഷക്കൂർ, നന്നായി അള്ളാഹുവിന് നന്ദി കാണിക്കുന്നയാൾ. അവർക്കാണിത് അള്ളാഹുവിൻ്റെ ആയത്തുകൾ. വഇദാ അഅ്തബറ അൽഅബ്ദു അദ്ദീന കുല്ലഹു റആഹു യർജിഉ ബിജുംലതിഹി ഇലസ്സബ്രി വശുക്ർ. ഒരാൾ ദീനിനെ മൊത്തത്തിലെടുത്താൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും ദീനിൻ്റെ ആകത്തുക, അതിൻ്റെ എല്ലാം അടിസ്ഥാനം, ദീനിൻ്റെ കാര്യങ്ങളുടെ മുഴുവൻ അടിസ്ഥാനം സബ്റും ശുക്റുമാണ്, നന്ദിയും ക്ഷമയുമാണ്. വദാലിക ലിഅന്ന അസ്സബ്റ സലാസതു അഖ്സാം, വദാലിക ലിഅന്ന സബ്റ സലാസതു അഖ്സാം. അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? സബ്ർ 3 ഇനങ്ങളാണ്, ക്ഷമ 3 ഇനങ്ങളാണ്. സബ്റുൻ അല ത്വാഅതി ഹത്താ യഫഅലഹ, ഒന്ന് നന്മകൾ ചെയ്യാനുള്ള ക്ഷമയാണ്, അത് പ്രവർത്തിക്കാനുള്ള ക്ഷമ. ഫൈനൽ അബ്ദ ലാ യകാദു യഫഅലു അൽ മഅ്മൂറ ബിഹി ഇല്ല ബഅദ സബ്റിൻ വമുസാബറത്തിൻ
ومجاهدة لعدوه الظاهر والباطن فبحسب هذا الصبر يكون أداؤه للمأمورات وفعله للمستحبات. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ചെയ്യാൻ ഒരടിമ നിരന്തരം അവൻ ക്ഷമിക്കണം, അവൻ കടിച്ചു പിടിക്കണം, അവൻ്റെ ഉള്ളിലുള്ള ശത്രുവിനോടും പുറത്തുള്ള ശത്രുവിനോടുമൊക്കെ എതിരിട്ട് നിൽക്കണം. ആ ക്ഷമ എത്രത്തോളം ഫലവത്താണോ അതിനനുസരിച്ചാണ് അവൻ നന്മ ചെയ്യാൻ സാധിക്കുക. അള്ളാഹു നിർബന്ധമാക്കിയ നന്മകളാകട്ടെ, അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ലാത്ത നന്മകളാകട്ടെ ചെയ്യാൻ ക്ഷമ വേണം. അഥവാ പിശാച് നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും, സ്വന്തം നഫ്സ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന് ക്ഷമയും പിടിച്ചു നിൽക്കലും കൂടിയേ തീരൂ. ഇതാണ് ഒന്നാമത്തെ ക്ഷമ, അഥവാ നന്മ ചെയ്യാനുള്ള ക്ഷമ. നഅ്താനി, രണ്ടാമത്തെ സബ്റുൻ അനിൽ മൻഹി ഹത്താ ലാ യഫ്അല, അള്ളാഹു വിലക്കിയത് ചെയ്യാതിരിക്കാനുള്ള ക്ഷമയാണ്, തിന്മയിൽ വീണുപോകാതെ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ. فإن النفس ودواعيها وتزيين الشيطان وقرناء سوء تأمره بالمعصية وتجرئه عليها. കാരണം മനുഷ്യൻ്റെ നഫ്സ്, അവൻ്റെ മനസ്സും അതിൻ്റെ ഇച്ഛകളും അതുപോലെ പിശാച് തിന്മക്ക് അലങ്കാരമേറ്റി കാണിച്ചു തരിക, ആ പരീക്ഷണവും മോശം കൂട്ടുകാരും ഒക്കെ നിരന്തരം മനുഷ്യനെ തിന്മക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിൻ്റെ താല്പര്യങ്ങൾ, അതുപോലെ പിശാചിൻ്റെ പ്രേരണ, അവൻ തിന്മക്ക് മറ്റു പേരിട്ട് അതിനെ നന്മയാണെന്ന് തോന്നിപ്പിക്കും. അതുപോലെ മോശം കൂട്ടുകാർ, ഇതെല്ലാം തിന്മക്ക് നിരന്തരം നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് നമ്മെ വലിച്ചിഴക്കാൻ ശ്രമിക്കുന്നു. فبحسب قوة الصبر يكون تركه لها, ഒരാളുടെ ക്ഷമ എത്രത്തോളം ശക്തമാണോ അതിനനുസരിച്ചാണ് ഒരാൾക്ക് തിന്മ ഉപേക്ഷിക്കാൻ കഴിയുക. قال بعض السلف, മുൻഗാമികളിൽ ചിലർ പറഞ്ഞിരിക്കുന്നു, أعمال البر يفعلها البر والفاجر ولا يقدر على ترك المعاصي إلا صديق. പുണ്യം ചെയ്യുന്നത് അതിലെല്ലാവരും ഉണ്ടാവും, നല്ല പ്രവർത്തനങ്ങൾ, എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാത്ത ആരാണുള്ളത്? പക്ഷെ അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കുക, അള്ളാഹു വിലക്കിയ തിന്മയിൽ നിന്ന് പിടിച്ചു നിൽക്കുക, അത് ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ സദ്ദീഖിനല്ലാതെ സാധിക്കുകയില്ല. സദ്ദീഖുകൾ അവർ ഏറ്റവും സിദ്ഖുള്ള സത്യസന്ധരായ ആളുകളാണ്. നബിമാർക്ക് തൊട്ടുടനെ അള്ളാഹു എണ്ണിയത് അവരെയാണ്. ഔലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ, തൊട്ടുടനെ അള്ളാഹു സിദ്ദീഖുകളെയാണ് എണ്ണിയിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, തിന്മയിൽ നിന്ന് പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ അത് പ്രയാസകരമായ ക്ഷമയാണ്. ഇതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം തന്നെ പറഞ്ഞത് കാണാം, യൂസുഫ് നബി അലൈഹിസ്സലാം കിണറ്റിൽ വീണപ്പോൾ ക്ഷമിച്ച ക്ഷമയേക്കാൾ, കിണറ്റിൽ സഹോദരങ്ങൾ പിടിച്ചു തള്ളിയിട്ടപ്പോൾ അവിടെ അകപ്പെട്ടപ്പോൾ ക്ഷമിച്ച ക്ഷമയേക്കാൾ കടുത്ത ക്ഷമ വേണ്ടി വന്നു. എവിടെ? ആ കൊട്ടാരത്തിൽ, മസ്റിൽ ആ സ്ത്രീ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അതിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കാൻ അതിനേക്കാൾ കടുത്ത ക്ഷമ വേണ്ടി വന്നു. ഇപ്പോൾ നോക്കൂ, മൂന്നാമത്തെ ഇനം, ക്ഷമയുടെ മൂന്നാമത്തെ ഇനം അസ്സബ്റു അലാ മാ യുസീബുഹു, ഒരാൾക്ക് ബാധിക്കുന്ന പ്രയാസങ്ങളിലുള്ള ക്ഷമയാണ്. അപ്പോൾ നോക്കൂ, 3 ഇനങ്ങൾ ക്ഷമയുടെ നമ്മൾ പറഞ്ഞു. 1, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാനുള്ള ക്ഷമ. 2, അള്ളാഹു വിലക്കിയത് ഉപേക്ഷിക്കാനുള്ള ക്ഷമ, തിന്മകൾ വീണുപോകാതെ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ. 3ാമത്തേത് മുസീബത്തുകളിലുള്ള ക്ഷമയാണ്, നമ്മെ ബാധിക്കുന്ന പ്രയാസങ്ങളിലുള്ള ക്ഷമയാണ്. ബിഗൈരി ഇഖ്തിയാരിഹി മിനൽ മസായിബ്, ഒരാൾ സ്വന്തം അവൻ ഒന്നും ചെയ്തിട്ടല്ല, മറിച്ച് അവനൊന്നും തടുക്കാൻ പറ്റാത്ത രൂപത്തിൽ വന്നു ചേരുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുക എന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഷെയ്ഖുൽ ഇസ്ലാം ഈ കിതാബിൽ വിവരിക്കുന്നത് ക്ഷമയുടെ ഈ ഇനത്തെക്കുറിച്ച് മാത്രമാണ്. ഇതിനെ തന്നെ രണ്ടായി തിരിക്കാം. ഷെയ്ഖ് പറയുന്നു വഹിയ നൗആൻ, ഇത് രണ്ടിനുമുണ്ട്. അഥവാ മുസീബത്തുകൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മെ ബാധിക്കുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രയാസങ്ങൾ 2 ഇനമാണ്. 1, നൗഉൻ ലാ ഇഖ്തിയാറ ലിൽ ഖൽഖി ഫീഹ്, നമുക്ക് യാതൊരു ഇടപെടലും സാധ്യമല്ലാത്ത പരീക്ഷണങ്ങൾ, കൽ അംറാദി വഗൈരിഹാ, രോഗങ്ങൾ പോലെ, അതുപോലുള്ളതുപോലെ, മിനൽ മസായിബ് സമാവിയ്യ, അള്ളാഹുവിൻ്റെ വിധിയാൽ വരുന്ന രോഗങ്ങൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ. ഫഹാദിഹി യസ്ഹുലു സബ്റു ഫീഹ, ഇതിൽ
ക്ഷമിക്കുക എളുപ്പമാണ് എന്ന് പറയാൻ താരതമ്യേന എളുപ്പമാണ്. ഇതിന് ശേഷം വരുന്ന ഒന്നുണ്ട്, അതിനെ തട്ടിച്ചു നോക്കിയാൽ എളുപ്പമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. لأن العبد يشهد فيها قضاء الله وقدره. കാരണം ഒരാൾ അള്ളാഹുവിൻ്റെ വിധിയാണ്, അവൻ്റെ തീരുമാനമാണിത് എന്ന് നോക്കിക്കാണുന്ന കാര്യമാണിത്, വേറൊന്നും അവൻ്റെ മുന്നിലില്ല. وأنه لا مدخل للناس فيها. ഇത് വേറെ ആരും ഇതിന് ഉത്തരവാദിയല്ല. فيصبر إما اضطرارا وإما اختيارا. ഒന്നുകിൽ അവൻ മുത്തറായി ക്ഷമിക്കല്ലാതെ വേറെ വഴിയില്ല എന്ന നിലക്ക് ഒടുവിൽ ക്ഷമയിൽ എത്തിച്ചേരും ചില ആളുകൾ. ആദ്യം ചിലപ്പോൾ കുറേ പൊറുതികേട് കാണിച്ച് പിന്നെ ഉണ്ടായിരിക്കല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ ചില ആളുകൾ അത് ക്ഷമിക്കണമെന്ന് നേരത്തെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ച് അങ്ങനെ ഒരിക്കലും പൊറുതികേട് കാണിക്കാതെ ക്ഷമിക്കും. രണ്ടാളൊരു ക്ഷമ ആളുകൾ ക്ഷമിക്കും. മുൻഗാമികൾ പറഞ്ഞത് കാണാം, നീ ക്ഷമിച്ചേക്കുക, കാരണം ഇപ്പം ക്ഷമിച്ചില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ക്ഷമിച്ചേ പറ്റുള്ളൂ. പ്രയാസങ്ങൾ വന്നാൽ പൊറുതികേട് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ പൊറുതികേട് കാണിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ഒതുങ്ങല്ലാതെ വഴിയില്ല. അത് ആദ്യമേ കാണിച്ചാൽ അതാണ് ഖൈർ. ഇന്നമ സബ്റു ഇൻദ സദ്മത്തിൽ ഊല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആദ്യ പ്രഹരത്തിലാണ് ക്ഷമിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. ശൈഖുൽ ഇസ്ലാം പറയുന്നു, ഫഇൻ ഫതഹ അല്ലാഹു അലാ ഖൽബിഹി ബാബൽ ഫിക്റതി ഫി ഫവായിദിഹാ وما في حشوها من النعم والألطاف انتقل من الصبر عليها إلى الشكر لها والرضا بها. ഇനി ഒരാൾ ആ ക്ഷമയിലുള്ള അള്ളാഹുവിൻ്റെ തീരുമാനത്തിലുള്ള അള്ളാഹുവിൻ്റെ വിധിയിലുള്ള നന്മയും കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ അവൻ സബറിൽ നിന്ന് ക്ഷമയിൽ നിന്ന് അതിൻ്റെ മുകളിലുള്ള പദവിയിലേക്ക് പോകും. അതേതാണ്? ശുക്ർ കാണിക്കുക, അതുപോലെ അള്ളാഹിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടുക. ക്ഷമിക്കുന്നതിനേക്കാൾ മുകളിലുള്ള പദവിയാണ്. അതിലൊക്കെ ഒരാൾ എത്തിച്ചേരും. അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് ഒരാൾ നന്നായി ആലോചിച്ചാൽ അള്ളാഹുവിൻ്റെ ഏത് തീരുമാനവും തനിക്ക് ഖൈറാൻ എന്നതൊക്കെ ചിന്തിച്ചാൽ അവൻ അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ ആ മുസീബത്ത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമായി മാറിത്തീരും. فلا يزال هجير قلبه ولسانه فيها ربي أعني على ذكرك وشكرك وحسن عبادتك. പിന്നെ അവൻ എപ്പോഴും അവൻ്റെ മനസ്സിലും നാവിലൊക്കെ അവൻ പറയുക ഇതാണ്, അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ, അലാ ദിക്രിക ശുക്രിക ഹുസ്ന ഇബാദത്തിക്, നിനക്ക് നന്ദി കാണിക്കാനും നിന്നെ സ്മരിക്കാനും നിന്നെ നന്നായി ഇബാദത്ത് ചെയ്യാനും. وهذا يقوى ويضعف بحسب قوة محبة العبد لله وضعفها. അള്ളാഹുവിനോടുള്ള ഒരാളുടെ സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഈ ക്ഷമയിലും ഏറ്റക്കുറച്ചിലുണ്ടാവും. അള്ളാഹുവിനോടുള്ള സ്നേഹം എത്രയാണോ അത്രയും അവൻ്റെ സബറും തൃപ്തിയും നന്ദിയും ഒക്കെ കൂടും. അത് കുറയുന്നതനുസരിച്ച് കുറയും. بل هذا يجد أحدنا في الشاهد كما قال بعض الشعراء يخاطب محبوبا له ناله ببعض ما يكره. ഇത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ അത് ഏൽക്കുന്നതിന് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കായിരിക്കും പിന്നെ ഒരാൾ പോവുക. കാരണം അതിൻ്റെ ഒക്കെ പിന്നിൽ യഥാർത്ഥത്തിൽ ഖൈറുണ്ടെന്ന് അവൻ മനസ്സിലാക്കും. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം അതിന് ഉദാഹരണമായി പഴയ കാലത്ത് ഒരു കവി തൻ്റെ കാമുകിയെക്കുറിച്ച് പറഞ്ഞതുപോലെ, ലഇൻ സഅനി അന്നിൽതനി ബിമസാഅത്തിൻ ലഖദ് സറനി അന്നി ഖതർതു ബിബാലിക. നീ എന്നെക്കുറിച്ച് എന്നെ എന്തെങ്കിലും മോശമായി പറഞ്ഞു അല്ലെങ്കിൽ ചെയ്തു എന്നതെനിക്ക് പ്രയാസമുണ്ടാക്കുമെങ്കിലും ഞാൻ സന്തോഷിക്കുന്ന വേറൊരു കാര്യമുണ്ട്, അതിന് ഞാൻ സന്തോഷിക്കുന്ന കാര്യം, നീ അതിനു വേണ്ടിയാണെങ്കിൽ എന്നെ ഓർത്തല്ലോ എന്ന് പണ്ടൊരു കവി പാടിയിട്ടുണ്ട് എന്നതുപോലെ. പഴയ കാലത്തെ ഈ ഇതുപോലുള്ള വികാരങ്ങൾ ഉള്ളിൽ കയറിയ ആളുകളുടെ വാക്കുകൾ വളരെ അത്ഭുതമാണ്. അത് കാരണം ആളുകളുടെ മനസ്സ് തെറ്റിച്ച് കളയുന്ന വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്ന, മനുഷ്യൻ്റെ നേർബുദ്ധി നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ പ്രേമവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. പഴയ കാലത്ത് വളരെ അറിയപ്പെട്ട ഈ രൂപത്തിൽപ്പെട്ട ഒരു കവിയായിരുന്നു ഖൈസ് ഇബ്നു മുലവ്വഹ്. എല്ലാവരും അയാളുടെ വേറൊരു പേരായിരിക്കും കേട്ടിട്ടുണ്ടാകുക, മജ്നൂൻ, ലൈലയുടെ മജ്നൂൻ. അയാളുടെ ഈ സമാനമായ വാക്കുകൾ വളരെ വളരെ പ്രസിദ്ധമാണ്. ഒരിക്കൽ അയാൾ പറഞ്ഞു, അമുറു ബിദ്ദിയാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാരി വദൽ ജിദാറ വമാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. അമുറു ബിദ്ദിയാരി ദിയാരി ലൈല, ഞാൻ ലൈല താമസിച്ച വീട് ആ നാട്ടിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ കെട്ടിടങ്ങൾ, ആ ഇടങ്ങൾ. ഉഖബ്ബിലു ദൽ ജിദാരി വദൽ ജിദാറ, എന്നിട്ട് അവിടെയുള്ള ഓരോ ചുമരുകളും കെട്ടിടങ്ങളൊക്കെ ഞാനിങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. വമാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി, ആ വീടുകളോട് ആ നാടിനോടുള്ള സ്നേഹമല്ല എന്നെ യഥാർത്ഥത്തിൽ എൻ്റെ കൽബിനെ പിടികൂടിയത്. വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ, മറിച്ച് അവിടെ താമസിച്ച അവളോടുള്ള സ്നേഹമാണ് എൻ്റെ കൽബിനെ പിടികൂടിയത്. ഈ രൂപത്തിലുള്ള കവിതകൾ അത്
വളരെ അറിയപ്പെട്ട കാര്യമാണ്. അവരുടെ വാക്കുകളും അവരുടെ ചിന്തകളൊക്കെ ആ രൂപത്തിലായിരിക്കും. വേറെ ദുനിയാവിൽ ഇതല്ലാതെ ഈ പ്രേമിക്കുന്ന പെണ്ണിനെ അല്ലെങ്കിൽ പുരുഷനല്ലാതെ വേറൊരാൾ ദുനിയാവിലുണ്ട് എന്ന് തന്നെ അവർ ചിന്തിക്കുകയില്ല. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നത്. ഒരു തരം ലഹരി ബാധിക്കുകയാണ്, ഒരു തരം ഭ്രാന്ത് മനുഷ്യനെ പിടികൂടുകയാണ്. അല്ലെങ്കിൽ അവൻ കണ്ണുറന്ന് നോക്കിയാൽ അവളെക്കാൾ നല്ല എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്ത്രീകൾ അവന് കാണാൻ സാധിക്കും. അവനേക്കാൾ നല്ല എത്രയോ ആളുകളെ അവൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിന് ഇതുപോലുള്ള ലഹരി പിടികൂടിയാൽ പിന്നെ വളരെ പ്രയാസകരമാണ് കാര്യം. ശരി, ഇനി നോക്കൂ. റാബിഅ, ഇവിടെ നഉസാനി എന്നാണ് വേണ്ടത്. റാബിഅ എന്നത് അക്ഷരത്തെറ്റാണ്. നിങ്ങളുടെ കയ്യിൽ കിതാബ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നഉസാനി, രണ്ടാമത്തെ ഇനം. ശ്രദ്ധിക്കുക, ഈ കിതാബിൻ്റെ ഉള്ളടക്കം ഇതാണ്. നമ്മൾ ഇതുവരെയുള്ള ഭാഗം വെറുതെ ഒന്ന് ഓടിച്ചു പോയത് ഇതുകൊണ്ടാണ്. ഈ കിതാബിൻ്റെ ഉള്ളടക്കം, ഈ കിതാബിൻ്റെ കാമ്പെന്ന് പറയുന്നത് ഇനി പറയുന്ന കാര്യമാണ്. അതെന്താണ്? നമ്മൾ പറഞ്ഞു ക്ഷമ മൂന്നിനമാണ്. ഒന്ന് അള്ളാഹുവിനെ അനുസരിക്കാൻ, രണ്ട് അള്ളാഹു വിലക്കിയത് ഒഴിവാക്കാനുള്ള ക്ഷമ, മൂന്നാമത്തേത് മുസീബത്തുകളുടെ ക്ഷമയാണ്. മുസീബത്തുകൾ രണ്ടിനമുണ്ട്. ഒന്നാമത്തേത് പറഞ്ഞു രോഗങ്ങൾ പോലെ ആളുകളുടെ ഒരു കൈകടത്തലുമില്ലാതെ വന്നു ഭവിക്കുന്ന മുസീബത്തുകൾ. രണ്ടാമത്തേത് സുബ്ഹാനല്ലാഹ്, ശ്രദ്ധിക്കുക, മയഹ്സുലു ലഹു ബിഫിഅലിൻ നാസ് ഫി മാലിഹി ഔ ഇർദിഹി ഔ നഫ്സിഹി, ജനങ്ങൾ ഉപദ്രവിച്ചതുകൊണ്ട് നമുക്ക് അവരുടെ ഉപദ്രവം കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഒന്നുകിൽ സാമ്പത്തികമായത്, അല്ലെങ്കിൽ നമ്മുടെ അഭിമാനത്തെ മുറിപ്പെടുത്തിയത്, അല്ലെങ്കിൽ രക്തം ചിന്തിയത്, ശരീരത്തിൽ ഉപദ്രവം ഉണ്ടാക്കിയത്, ഈ പ്രയാസം ഫഹാദ നൗഉ യസ്ഉബു الصബ്റു അലൈഹി ജിദ്ദൻ, ഇതിൽ ക്ഷമിക്കുക വളരെ വളരെ പ്രയാസകരമായ കാര്യമാണ്. ലിഅന്ന النفس تستشعر المؤذي لها, കാരണം ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആരാണ് ഉപദ്രവിച്ചവൻ നമ്മൾ കാണുന്നുണ്ട്, ചെയ്തവൻ നമുക്കറിയാം. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. വഹിയ ചക്രഹുൽ ഗലബ, മനുഷ്യൻ്റെ നഫ്സ്, മനുഷ്യൻ്റെ മനസ്സൊരിക്കലും തോറ്റു കൊടുക്കാൻ ഇഷ്ടപ്പെടുകയില്ല, വെറുക്കും. ഫതത്ലുബുൽ ഇന്തിഖാം, പകരം ചെയ്യാൻ, തിരിച്ചടിക്കാൻ മനസ്സെപ്പോഴും പ്രേരിപ്പിക്കും. ഫലാ യസ്ബിറു അലാ ഹാദ നൗഇ ഇല്ലൽ അംബിയാ വസ്സിദ്ദീഖൂൻ, ഇതിൽ ക്ഷമിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? അല്ലാഹുവിൻ്റെ നബിമാർക്കും സിദ്ദീഖുകൾക്കും മാത്രമേ സാധിക്കുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. വകാന നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഊദിയ യഖൂൽ യർഹമുല്ലാഹു മൂസ ലഖദ് ഊദിയ ബിഅക്സറ മിൻ ഹാദാ ഫസബർ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈദാ ഉണ്ടായാൽ, ആളുകൾ പ്രയാസം ഉണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ, അലോസരപ്പെടുത്തുന്ന പെരുമാറ്റങ്ങളുണ്ടായാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് യർഹമുല്ലാഹു മൂസ, അള്ളാഹു മൂസാക്ക് റഹ്മത്ത് ചൊരിയട്ടെ. ഇതിനേക്കാൾ പ്രയാസം മൂസ അലൈഹിസ്സലാം അനുഭവിച്ചു. പക്ഷേ അവിടുന്ന് അലൈഹിസ്സലാം ക്ഷമിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹിസ്സലാമിൻ്റെ സബറിൽ അതിൽ പാഠം ഉൾക്കൊള്ളുകയാണ്, അത് പറഞ്ഞ് ആശ്വസിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പഴയ കാലത്തെ ദഅവത്തിൻ്റെ ചരിത്രം, ഉദാഹരണത്തിന് നബിമാരുടെ ദഅവ, അതുമാത്രമല്ല പണ്ഡിതന്മാരുടെ ദഅവത്തിൻ്റെ ചരിത്രം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഴയ കാലത്തെ തൗഹീദ്, അതിനുവേണ്ടി പണിയെടുത്തവരുടെ കഥകൾ, ചരിത്രം, ഇത് നമുക്ക് ആളുകളുമായുള്ള ഇടപാടിൽ ഫലം ചെയ്യും എന്നതാണ്. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അരികിൽ, അവൻ്റെ അരികിൽ അവൻ നമ്മുടെ നബിയെ കൊണ്ടുപോയി 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പ് എത്ര വക്തായിരുന്നു നിസ്കാരം? 50 വക്ത് നിസ്കാരമായിരുന്നു. എന്നിട്ട് ഇറങ്ങി വന്നു 6ാമത്തെ ആകാശത്തിൽ മൂസ അലൈഹിസ്സലാമിനെ കണ്ടു. തിരിച്ചു വരുമ്പോൾ മൂസാ നബി പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് ഇത് സാധിക്കില്ല, പോയി അള്ളാഹുവിനോട് തഖ്ഫീഫ് ചോദിക്കുക, ഇളവ് ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ നോക്കി, ജിബ്രീലിൻ്റെ കൂടെ റബ്ബിൻ്റെ അരികിലേക്ക് തിരിച്ചുപോയി. അള്ളാഹു കുറച്ചു കൊടുത്തു, 45 കുറച്ചു, 45 ആക്കി. വീണ്ടും വന്നു. മൂസാ നബി പിന്നെയും പറഞ്ഞു, ഇല്ല, ഉമ്മത്തിന് സാധിക്കുകയില്ല, അള്ളാഹുവിനോട് ഇളവ് ചോദിക്കും. പിന്നെയും മൂസ അലൈഹിസ്സലാമിൻ്റെ ഉപദേശം കേട്ട് പോവുകയാണ്. ഒടുവിൽ 5 ആക്കി. റബ്ബ് പറഞ്ഞു, ഹിയ ഖംസൂൻ, അത് 5 എന്നാൽ അത് 50 എന്ന് പറഞ്ഞാൽ 50 ഫിൽ അമൽ 50 ഫിൽ അജ്ർ, അതാണ് അതിൻ്റെ അർത്ഥം. പ്രവർത്തനത്തിൽ 5, പ്രതിഫലത്തിൽ 50. തിരിച്ചു പിന്നെ മൂസാ നബി പറഞ്ഞ എന്താണ്? ഇല്ല, ഇതും സാധിക്കൂല, ഇതിനേക്കാളും കുറച്ച് ആണ് ഞാൻ എൻ്റെ ഉമ്മത്തിനോട് പറഞ്ഞത്, പക്ഷെ സാധിച്ചിട്ടില്ല, അതുകൊണ്ട്
അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട്, ഇനി ഇളവ് ചോദിക്കുക. പണ്ഡിതന്മാരിൽ ചിലർ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയുണ്ടായി, ബനു ഇസ്രായേലർക്ക് 5-ൽ താഴെ വക്തേ നിസ്കാരം ഉണ്ടായിട്ടുള്ളൂ എന്ന്. ബനു ഇസ്രായേലർക്ക് 5-ൽ താഴെ വക്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. കാരണം മുസാനബി പറഞ്ഞത് എങ്ങനെയാണ്. അങ്ങനെ പോയി. പക്ഷേ പോകാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിനോട് ഇനി ചോദിക്കാൻ ലജ്ജിക്കുന്നു, റബ്ബിനോട് ഇനി ഞാൻ ചോദിക്കാൻ ലജ്ജിക്കുന്നു എന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് പഴയ കാലത്ത് ഉമ്മത്തിനെ അള്ളാഹുലേക്ക് ക്ഷണിച്ച, അവരെ റബ്ബിൻ്റെ ദീൻ പഠിപ്പിച്ച ഒരു നബിയുടെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച പാഠമാണ്. അപ്പോൾ നമുക്ക് മുൻപേ ഈ വഴിയിലൂടെ സഞ്ചരിച്ചവർ, ഈ ദീൻ നമുക്ക് ആദ്യം കിട്ടിയതല്ല, ഈ ദീൻ നമുക്ക് മുൻപേ ആളുകൾ വിശ്വസിച്ച, ആചരിച്ച, ഈ ദീനിലേക്ക് ക്ഷണിച്ച ദീനാണ്. അതുകൊണ്ടാണ് ദഅവ, ഇസ്ലാമിലേക്കുള്ള പ്രബോധനം, അതിന് നമുക്ക് മാതൃകയുണ്ട്, അതിനൊരു മൻഹജുണ്ട്, അതിനൊരു വഴിയുണ്ട്. മനസ്സിലായില്ല? അതിനൊരു വഴിയുണ്ട്. അത് തോന്നിയതുപോലെ നിർവഹിക്കാവുന്നതല്ല, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ പാടില്ല. അപ്പോൾ നോക്കൂ, എന്നാൽ പഴയ ആളുകളുടെ ദഅവത്തിൽ, അവരുടെ പ്രബോധനത്തിൽ നമുക്ക് പാഠമുണ്ട്, അവരുടെ വഴിയിൽ നമുക്ക് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അത് മനസ്സിലാക്കണം. അപ്പോൾ നോക്കൂ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയുടെ സബറോർത്ത് ക്ഷമിക്കുകയാണ്. ഈ സന്ദർഭം ഏതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഗനീമത്ത് സ്വത്ത് വീതം വെക്കുകയായിരുന്നു, യുദ്ധാർജിത സ്വത്ത് വീതം വെക്കുകയാണ്. ഒരാൾ വന്നിട്ട് പറയുകയാണ് നബിയോട്, ഇന്ന ഹാദാ ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല ഈ വീതം വെപ്പ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു റിവായത്തിൽ കാണാൻ അയാൾ പറഞ്ഞു, ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദ് നീതി പാലിക്കുക. ആരോടാണ് ഈ പറയുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അതുപോലുള്ള വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ നബി പറയുകയുണ്ടായി, റഹിമല്ലാഹു മൂസ, മൂസാക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ, ഫഖദ് ഊദിയ അക്സറ മിൻ ഹാദാ ഫസബർ. ഇതിനേക്കാൾ പ്രയാസകരമായ വാക്കുകൾ കേട്ടു മൂസ അലൈഹിസ്സലാം, ക്ഷമിക്കുണ്ടായി. നബിയോട് ആ മര്യാദയില്ലാത്ത വാക്ക് പറഞ്ഞവൻ, അവൻ്റെ പിൻഗാമികളായിട്ടാണ് പിന്നീട് ഖവാരിജികൾ പൊട്ടിപ്പുറപ്പെട്ടത്. അവൻ്റെ പിൻഗാമികളായിട്ടാണ് പിന്നീട് ഖവാരിജികൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. ദുൽ ഖുവൈസറ എന്ന് അറിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അയാൾ. അയാളെ തല ഞാൻ വെട്ടട്ടെ എന്ന് ഖാലിദ് ബിൻ വലീദ് അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ആ സമയത്ത് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ടതില്ല, ഇവൻ്റെ പിന്നിൽ നിന്ന്, ഇവൻ്റെ മുതുകിൽ നിന്ന് ഒരു ഖൗമ് പുറപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജികളുടെ അടയാളങ്ങൾ, മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന, മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുന്ന ഒരു പിഴച്ച വിഭാഗം, മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങി പുറപ്പെടുന്ന ഒരു വിഭാഗം, അവരുടെ അടയാളങ്ങളും അവരുടെ ലക്ഷണങ്ങളും വാദങ്ങളുമെല്ലാം വളരെ അറിയപ്പെട്ടതാണ്. വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം ആകട്ടെ ഇതുപോലെ ജനങ്ങളുടെ ഉപദ്രവങ്ങൾ ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വന്തം ജനത ഇസ്രായേലർ മൂസാ നബിയെ ഉപദ്രവിച്ചത് എത്രയാണ്. അള്ളാഹു പറഞ്ഞു മുഅ്മിനീങ്ങളോട്, നിങ്ങൾ ആരെ പോലെ ആകരുത്, കല്ലദീന ആദൗ മൂസാ, മൂസാ നബിയെ ദ്രോഹിച്ചവരെ പോലെ ആകരുത്. അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസാ മിൻ ഖബൽ. മൂസാ നബി ചോദിക്കപ്പെട്ടതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ റസൂലിനോട് ചോദിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അള്ളാഹു പറഞ്ഞത് കാണാം. അപ്പോൾ ഇങ്ങനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മൂസാ അലൈഹിസ്സലാമിനെ ജനങ്ങൾ ദ്രോഹിച്ചിരുന്നു. ഇസ്രായേലർ അവർ മൂസാ നബിയെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കി. മൂസാ നബിക്ക് ആളുകളുടെ മുന്നിൽ പറയാൻ പറ്റാത്തൊരു രോഗമുണ്ട്, ലൈംഗികാവയത്തിൻ്റെ ഭാഗം, അതിൻ്റെ താഴ്ഭാഗം വീർക്കുന്ന മണിവീക്കം എന്ന് പറയുന്ന അസുഖമുണ്ട് എന്ന് അവർ മൂസാ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കി. കാരണം മൂസാ നബി ലജ്ജാലുവായ, ഹയാ ഏറെ ഉണ്ടായിരുന്ന അള്ളാഹുവിൻ്റെ റസൂലുകളിൽ ഒരാളായിരുന്നു അലൈഹിസ്സലാം. അതുകൊണ്ട് ഇസ്രായേലർ അവർ ഒന്നിച്ചിങ്ങനെ നഗ്നരായി കുളിക്കടവിൽ കുളിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ കുളിക്കുമായിരുന്നില്ല. ശരീരം വളരെ അധികം മറയുന്ന വസ്ത്രമായിരുന്നു മൂസാ അലൈഹിസ്സലാം ധരിച്ചിരുന്നത്. ഇതൊക്കെ ഹയാ കൊണ്ടാണ്. ഹയാ ആകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്, ലജ്ജയാണ്. ലജ്ജ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്. പക്ഷെ ഖൗമ് പറഞ്ഞുണ്ടാക്കി ഈ അസുഖമുള്ളത് കൊണ്ടാണ്. ഇന്നഹു ആദർ എന്നവർ പറഞ്ഞുണ്ടാക്കി. ആദർ എന്നാണ് ആ അസുഖമുള്ള ആൾക്ക് പറയുക. എന്നാൽ നോക്കൂ, യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നബിമാർ അങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവരല്ല.
അള്ളാഹുവിൻ്റെ നബിമാർ അവർ ഏറ്റവും നല്ല പൗരുഷമുള്ളവരും ഏറ്റവും നല്ല ഭംഗിയുള്ളവരുമാണ്. ആളുകൾ പൊതുവെ അകന്നു പോകുന്ന, ആളുകൾ വെറുക്കുന്ന അസുഖം അള്ളാഹുവിൻ്റെ നബിമാർക്ക് പൊതുവെ ഉണ്ടാവുകയില്ല എന്നാണ്. അഥവാ ജനങ്ങളെ ഈ ദഅവത്തിന് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള നബിമാർക്ക് പൊതുവെ അത് ഉണ്ടാവുകയില്ല എന്നാണ്. അങ്ങനെ വെറുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അള്ളാഹുവിൻ്റെ നബിമാർക്ക് ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പോൾ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ എങ്ങനെയാണ് ആ കാര്യത്തിൽ നിന്ന് മൂസ അലൈഹിസ്സലാമിന് മോചനമേകിയത്. മൂസാ നബി ഒരിക്കൽ കുളിക്കാൻ വേണ്ടി പോയപ്പോൾ വസ്ത്രം ഒരു കല്ലിന് മുകളിൽ അഴിച്ചു വെച്ചിരുന്നു. മൂസാ നബി വരുമ്പോഴേക്കും കല്ല് വസ്ത്രവും കൊണ്ട് കല്ലോടിപ്പോയി. ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, മൂസ അലൈഹിസ്സലാം പിന്നാലെ ഓടി, കല്ല് വസ്ത്രം കൊണ്ട് ഓടി. മൂസാ നബി വസ്ത്രം ധരിച്ചിട്ടില്ല. ഥൗബിയ ഹജർ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒടുവിൽ കല്ല് എവിടെ പോയാണ് നിന്നത്? ഇസ്രായേലിൽ ഒന്നാകെ അവർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയി കല്ലങ്ങ് നിന്നു. മൂസാ അലൈഹിസ്സലാം വസ്ത്രമൊന്നും ഇല്ലാതാണ് അവിടെ എത്തിയത്. മൂസാ നബി വസ്ത്രം എടുത്ത് കളഞ്ഞു, വടി കൊണ്ട് കല്ലിനെ അടിച്ചു എന്നാണ്. കല്ലിൽ അതിൻ്റെ പാട് വീണു. ഇത്രയും ശക്തമായ അടിയായിരുന്നു. പക്ഷെ ആളുകൾ മൂസാ അലൈഹിസ്സലാമിനെ മുഴുവനായി ആ സമയത്ത് കാണുകയുണ്ടായി. യാതൊരു ന്യൂനതകളുമില്ല എന്ന് അവർക്ക് മനസ്സിലായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സംഭവം നിശ്ചയിച്ചു. മൂസാ അലൈഹിസ്സലാം ഒരിക്കലും ഔറത്ത് പ്രദർശിപ്പിച്ചിട്ടില്ല. ഔറത്ത് ഒരിക്കലും പ്രദർശിപ്പിക്കുക എന്നത് പാടില്ല. അള്ളാഹുവിൻ്റെ നബിമാരിൽ നിന്ന് അതുണ്ടാവുകയില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നബി ആകുന്നതിന് മുൻപ്, ബുഖാരിൽ നമുക്ക് കാണാം, ബുഖാരിയുടെ സഹീൽ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആകുന്നതിന് മുൻപ് കഅബ പുനർനിർമ്മിക്കുമ്പോൾ, ഖുറൈശികൾ കഅബ പുനർനിർമ്മിക്കുമ്പോൾ എല്ലാവരും കല്ലിങ്ങനെ ചുമന്നു പോവുകയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് ചുമന്നു പോകുന്നുണ്ട്. അപ്പോൾ നബി കല്ല് ചുമലിൽ വെച്ചപ്പോൾ, അല്ലെങ്കിൽ തലയിൽ വെച്ചപ്പോൾ, പിന്നിൽ നിന്ന് നബിയുടെ കുടുംബക്കാരിൽ ഒരാൾ പറഞ്ഞു, ഉടുത്ത മുണ്ട് അത് ചുമലിൽ വെച്ചിരുന്നെങ്കിൽ, തലയിൽ വെച്ചിരുന്നെങ്കിൽ കല്ല് പ്രയാസമില്ലാതെ കൊണ്ടുപോകാം. അവർ പൊതുവെ ആ കാലത്ത് ഔറത്തിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയില്ലാത്തവരാണ്, സംശയമില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശം കേട്ട് നബി ആകുന്നതിന് മുമ്പുള്ള കഥയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉടുമുണ്ട് ഊരിയതും നബി ബോധരഹിതനായി വീഴുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി വീഴും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസ്ഥയിൽ പറഞ്ഞു, സൗബി എൻ്റെ വസ്ത്രം എന്നിങ്ങനെ പറഞ്ഞു. നബി വസ്ത്രം പുതപ്പിച്ചു. ഹദീസിൽ നമുക്ക് കാണാം, ഫമാ ഉജിദ ബഅദ ദാലിക ഉറിയാന, പിന്നീട് ഒരിക്കലും നബിയാകുന്നതിന് മുമ്പോ ശേഷമോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവസ്ത്രനായിരുന്നിട്ടില്ല. വസ്ത്രം ഉരിഞ്ഞ് നഗ്നനായി ഇരിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. ഒറ്റക്കാണ് എങ്കിൽ പോലും, മനസ്സിലായില്ലേ, ഒറ്റക്കാണ് എങ്കിൽ പോലും പാടില്ല. അല്ലാഹു അഹഖു അൻ യുസ്തഹ്യാ മിൻ, അള്ളാഹുവാണ് നീ ലജ്ജിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഒറ്റക്കാണെങ്കിൽ അത് പാടില്ല എന്നതാണ് അടിസ്ഥാന നിയമം, അസ്സലതാണ്. പിന്നീട് അതിന് ഇളവുള്ളത് എപ്പോഴാണ്? ആ ആവശ്യമുള്ള സമയത്ത് മാത്രം, ആവശ്യമുള്ള സന്ദർഭത്തിൽ മാത്രം. ഉദാഹരണത്തിന് ഒരാൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ കുളിക്കുമ്പോൾ വസ്ത്രം തീരെയില്ലാതെ കുളിക്കുക എന്നത് അനുവദനീയമായ കാര്യമാണ്, അത് തെറ്റില്ല, അനുവദനീയമായ കാര്യമാണ്. അയ്യൂബ് അലൈഹിസ്സലാം കുളിക്കുന്ന സന്ദർഭത്തിൽ ഉറിയാനായി, വസ്ത്രം തീരെ ധരിക്കാതെ കുളിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. അതുപോലെ ഒരാൾ തൻ്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ, ഇങ്ങനെയുള്ള ആവശ്യഘട്ടങ്ങളിൽ വസ്ത്രം ഇല്ലാതെ ഒരാൾക്ക് വിവസ്ത്രനാകാം, നഗ്നനാകാം. അല്ലാത്ത സന്ദർഭത്തിൽ ആവശ്യമില്ലേ, ഒറ്റക്കാണെങ്കിൽ എന്ത് ചെയ്യരുത്? വസ്ത്രമില്ലാതെ നിൽക്കരുത്, ശരിയല്ല. പണ്ഡിതന്മാർ സുബ്ഹാനല്ലാഹ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ ടോയ്ലറ്റിൽ ഒരാൾ തൻ്റെ ആവശ്യം കഴിഞ്ഞ് നിൽക്കൽ ഹറാമാകുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം ഒരാവശ്യമില്ലാതെ ഒരാൾ വസ്ത്രമില്ലാതെ നിൽക്കാൻ അവിടെ, അത് പിശാചിൻ്റെ സ്ഥലമാണ്, വേറെയും കാരണങ്ങളുണ്ട്. അനാവശ്യമായി എന്ത് ചെയ്യരുത്, അവിടെ സമയം ചെലവഴിക്കരുത്, ആവശ്യം കഴിഞ്ഞാൽ പുറത്തിറങ്ങണം. ചില ആളുകൾ നസ്അലുല്ലാഹൽ ആഫിയ അവിടെ ആവശ്യത്തിലധികം സമയം ചെലവഴിക്കുന്നത് കാണാം. ചില കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്, പത്രം വായിക്കലൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. പാടില്ലാത്തതാണ്, ശരിയായ കാര്യമല്ല. മറിച്ച് വേഗം പുറത്തിറങ്ങുക, അതിൻ്റെ ഉള്ളിൽ സംസാരിക്കുക ശരിയല്ലാത്ത കാര്യമാണ്. വിസർജന സമയത്ത് സംസാരിക്കുക മര്യാദയല്ല. ഫോൺ എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഫോൺ എടുത്തിട്ട് പോവുക മോശമായ കാര്യമാണ്, ചെയ്യാൻ പാടില്ല. അപ്പം നോക്കൂ, മൂസ അലൈഹിസ്സലാം ഇങ്ങനെ പല രൂപത്തിൽ ഉപദ്രവങ്ങൾക്ക് വിധേയനായിട്ടുണ്ട് അലൈഹിസ്സലാം. അത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ആ ക്ഷമയിൽ നിന്ന്
ആശ്വാസം കണ്ടെത്തുകയാണ്. وأخبر عن نبي من الأنبياء أنه ضربه قومه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മാത്രമല്ല, പഴയ ഒരു നബിയുടെ കാര്യം പറഞ്ഞു. ആ നബിയെ തൻ്റെ ജനത അടിച്ചു. സുബ്ഹാനല്ലാഹ്, അടിച്ചിട്ട് നെറ്റിയിൽ നിന്ന് ചോര വന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ചെയ്ത് തെറ്റെന്താണ്? അള്ളാഹുലേക്ക് വിളിച്ചു എന്നതാണ്. ഫജഅല യഖൂൽ, ആ നബി പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അള്ളാഹു എൻ്റെ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണേ, അവർക്കറിയില്ല. وقد روي عنه صلى الله عليه وسلم أنه جرى له مثل هذا مع قومه فجعل يقول مثل ذلك. നമ്മുടെ നബിയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായപ്പോൾ നബി ഇതുപോലെ പറഞ്ഞു എന്ന്. അഥവാ തായിഫിൽ പോയതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഇനി പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കുക. فجمع في هذا ثلاثة أمور. ആ ദുആ ഉണ്ടല്ലോ, അതായത് ഉപദ്രവിച്ച കൗമിന് വേണ്ടി ചെയ്ത ദുആയിൽ 3 കാര്യങ്ങൾ നമുക്ക് കാണാം. അൽ അഫ്വ അൻഹും, 1 അവർക്ക് മാപ്പ് കൊടുക്കലുണ്ട് അതിൽ. 2 അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്. 3 വലിഅ്തിദാറു അൻഹും ബിഅന്നഹും ലാ യഅലമൂൻ, അറിയില്ല എന്ന അവരുടെ ഒഴിവ് കഴിവ് അവിടെ വകവെച്ചു കൊടുക്കുകയാണ്. ചില പണ്ഡിതന്മാർ മറ്റു ചിലത് കൂടി അതിൻ്റെ കൂടെ പറഞ്ഞത് കാണാം. പറയുന്നത് എന്താണ്? റബ്ബേ എൻ്റെ ഖൗം എന്നാണ്. ഇങ്ങനെ അടിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും രക്തമൊഴുക്കിയിട്ടും പറയുന്നത് എന്താണ്? എൻ്റെ ഖൗം എന്നാണ്. അപ്പോൾ നോക്കൂ, ജനങ്ങളോടുള്ള അണയാത്ത ഗുണകാംക്ഷ അള്ളാഹുവിൻ്റെ നബിമാരുടെ മാതൃകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മനസ്സിലായില്ല? ആളുകളോട് നസീഹത്തുണ്ടാവുക, അവൻ നന്നാകണം എന്ന ആഗ്രഹമുണ്ടാവുക വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത്. അവൻ നശിച്ചു കാണണമെന്നല്ല നമ്മൾ ആഗ്രഹം, മറിച്ച് അവൻ നന്നാകണം എന്നാണ്. ആളുകളെല്ലാവരും ഒരുപോലെയല്ല, അറിയാത്തവരുണ്ടാവും. അവന് വേണ്ടത് പഠിപ്പിച്ചു കൊടുക്കലാണ്. അറിഞ്ഞവനുണ്ടാവും, അവന് വേണ്ടത് അതുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ അവനെ ഓർമ്മപ്പെടുത്തേണ്ടി വരും പരലോകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്. നീ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്താൽ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആൾക്ക് അറിയാത്തതൊക്കെ താലീമാണ്, അവന് പഠിപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്തെ ആൾക്ക് അറിയാത്ത പ്രശ്നമല്ല, അപ്പോൾ അവന് വാത് വേണ്ടി വരും. അതിനപ്പുറമുള്ള ചില ആളുകളുണ്ട്, അവരോട് തർക്കിക്കേണ്ടി വരും ചില സന്ദർഭത്തിൽ. എന്നാൽ അതിലും പ്രയോജനമില്ലാത്ത അങ്ങേറ്റത്തെ ഐനാദിൻ്റെ, മർക്കടമുഷ്ടിയുടെ, ധിക്കാരത്തിൻ്റെ ആളുകളെ ഉപേക്ഷിക്കേണ്ടി വരും, അവരെ ഒഴിവാക്കേണ്ടി വരും, അവരെ അവഗണിക്കേണ്ടി വരും. ഇങ്ങനെ ജനങ്ങൾ പലതട്ടാണ്. അതുകൊണ്ട് ആളുകൾ എല്ലാവരും ഒരുപോലെ കാണുക എന്നത് ശരിയല്ല. നോക്കൂ, ശൈഖുൽ ഇസ്ലാം പറയുന്നു, വഹാദ നൗഉ മിന സബ്രി, ഈ ക്ഷമയുണ്ടല്ലോ, ആഖിബത്തുഹു നസ്റു വൽ ഹുദാ വസ്സുറൂറു വൽ അംനു വൽ ഖുവ്വതു ഫി ദാത്തില്ലാഹ് വസിയാദത്തു മഹബ്ബത്തില്ലാഹ് വമഹബ്ബത്തിന്നാസി ലഹ് വസിയാദത്തുൽ ഇൽം. ഈ ക്ഷമയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? എന്ന് അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹു നിനക്ക് സന്മാർഗം വർദ്ധിപ്പിച്ചു തരും, സന്തോഷം അള്ളാഹു മനസ്സിലിട്ട് തരും, നിർഭയത്വം നൽകും, അള്ളാഹുവിന് വേണ്ടി നീ ശക്തനാകും, റബ്ബിനു വേണ്ടി ശക്തി നേടിയവനാകും. അത് അള്ളാഹു നിന്നെ സ്നേഹിക്കും, ആളുകളുടെ സ്നേഹവും നിനക്ക് അള്ളാഹു തരും, അറിവ് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചാൽ അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണിതെല്ലാം. വലിഹാദ ഖാല അല്ലാഹു തആല, ഇതുകൊണ്ടാണ് അള്ളാഹു എന്തു പറഞ്ഞത്? വജഅൽനാ മിൻഹും അഇമ്മത യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. വജഅൽനാ മിൻഹും അഇമ്മ, നാം അവരിൽ ഇമാമിങ്ങളെ, നേതാക്കന്മാരെ ഏർപ്പെടുത്തി. യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങളെ വഴി നടത്തുന്ന നേതാക്കന്മാരെ എന്ത് ചെയ്തപ്പോഴാണ്? ലമ്മ സബറു, ബാക്കി എന്താണ്? വകാനൂ ബിആയാതിനാ യൂഖിനൂൻ, നമ്മുടെ ആയത്തുകളിൽ അവർ ഉറച്ചു വിശ്വസിച്ചപ്പോൾ ക്ഷമിച്ചു. അതുപോലെ അവർ യഖീൻ കൈക്കൊണ്ടു. ഫസ്സബ്റു വൽ യഖീനു യുനാലു ബിഹിമൽ ഇമാമത്തു ഫിദ്ദീൻ. ശൈഖുൽ ഇസ്ലാം പറയുന്നു, സബറും യഖീനും, ക്ഷമയും ഉറച്ച വിശ്വാസവും കൊണ്ടാണ് ദീനിൽ ഇമാമത്ത്, ദീനിൽ നേതൃപദവി ഒരാൾക്ക് ലഭിക്കുക. സബറും യഖീനും കൊണ്ടാണ്. ചുരുക്കി പറയട്ടെ, സബർ കൊണ്ടാണ് ഒരാൾക്ക് മനസ്സിൻ്റെ ഇച്ഛകളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ, മോശമായ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുക. യഖീൻ കൊണ്ടാണ് ഒരാൾക്ക് ശുഭഹത്തുകളിൽ നിന്ന്, ആശയക്കുഴപ്പങ്ങളുടെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. യഖീൻ കൊണ്ട്, ഉറച്ച വിശ്വാസം കൊണ്ട്, അറിവുകൊണ്ട്. എന്നാൽ സബർ കൊണ്ടാണ് ഒരാൾക്ക് ഷഹവാത്തിൻ്റെ, ദേഹേച്ഛകളുടെ, മോശമായ മോഹങ്ങളുടെ ഫിത്നകളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കുക. فإذا انضاف إلى هذا الصبر قوة اليقين والإيمان
ترقى العبد في درجات السعادة بفضل الله تعالى. ഈ ക്ഷമയുടെ കൂടെ ഉറച്ച വിശ്വാസവും ദൃഢബോധ്യവും ഈമാനും ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ ഇതാ ഒരാൾ സആദത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ പടികൾ കയറും. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ നൽകും. അള്ളാഹു മഹത്തായ സൗഭാഗ്യം, മഹത്തായ ഔദാര്യമുള്ളവനാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇദ്ഫഅ ബില്ലതി ഹി അഹ്സൻ, നീ ഏറ്റവും നല്ലതുകൊണ്ട് തടുക്കുക. فإذا الذي بينك وبينه عداوة كأنه ولي حميم. അങ്ങനെ നീ തിന്മയെ നന്മ കൊണ്ട് തടുത്താൽ നീയും ആരുമായിട്ടാണോ ശത്രുത ഉണ്ടായിരുന്നത് അവൻ നിന്റെ മിത്രമാകുന്നത്, സഹായിയാകുന്നത് നിനക്ക് കാണാൻ കഴിയും. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. വലിയ ഭാഗ്യമുള്ളവർക്ക്, ക്ഷമിച്ചവർക്ക് അല്ലാതെ ഇത് നേടാൻ സാധ്യമല്ല. ويعين العبد على هذا الصبر عدة أشياء. ഈ ക്ഷമക്ക് നമ്മെ സഹായിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇനി ഈ കിതാബിൽ പറയുന്നത് 20 കാര്യങ്ങളാണ്. 20 കാര്യങ്ങൾ, ഈ ക്ഷമിക്കാൻ നമ്മെ സഹായിക്കുന്ന 20 കാര്യങ്ങൾ. ഇതിൽ ഓരോന്നും സുബ്ഹാനല്ലാഹ് അങ്ങേറ്റം മഹത്തരമായ പാഠങ്ങളാണ്. ഞാൻ ആമുഖമായി പറയട്ടെ, ക്ഷമിക്കുക, വിട്ടുവീഴ്ച കാണിക്കുക, മാപ്പ് കൊടുക്കുക എന്നീ വാക്കൊക്കെ പറയാൻ വളരെ വളരെ എളുപ്പമുള്ളതാണ്. കേൾക്കാൻ യാതൊരു പ്രയാസവുമില്ല, ഉപദേശിക്കാൻ ഒരു ആയാസവുമില്ല. പക്ഷേ സുബ്ഹാനല്ലാഹ് ഇത് ജീവിതത്തിൽ ഈ സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാൽ, ഉപദ്രവിക്കപ്പെട്ടാൽ, ആക്ഷേപിക്കപ്പെട്ടാൽ ഇത് പിടിക്കുക എന്നത്, ഇതിൽ നിൽക്കുക എന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകിയില്ലെങ്കിൽ അങ്ങേറ്റം പ്രയാസമുള്ള കാര്യമാണ്. അള്ളാഹു ഒരാൾക്ക് സബ്ർ പോലെ ഒരു ദാനവും നൽകിയിട്ടില്ല എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. സബ്ർ പോലെ അത്രയും കടുത്ത കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കത് നൽകുമാറാകട്ടെ. ഇത് കിട്ടിയാൽ ആയിഷ് ദുനിയാവിലെ ആഖിറത്തിലും ജീവിതം നന്നാവും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, നമ്മുടെ ജീവിതത്തിൻ്റെ ആ സുഖകരമായ അവസ്ഥ സബ്ർ കൊണ്ടാണ് നമ്മൾ നേടിയത്. നല്ല ജീവിതം, സുന്ദരമായ ഊഷ്മളമായ ജീവിതം കിട്ടിയത് സബ്ർ കൊണ്ടാണെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നമുക്ക് 20 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. അഹദുഹ, 1, أن يشهد أن الله سبحانه وتعالى خالق أفعال العباد. ഒരാൾ ശരിക്ക് മനസ്സിലാക്കുക, സാക്ഷിയാവുക. എന്ത് കാര്യത്തിന് സാക്ഷിയാവുക? ആളുകളുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടിയാണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടി. അള്ളാഹുവാണ് പടപ്പുകളെ പടച്ചതും അവരുടെ പ്രവർത്തനങ്ങളെ പടച്ചതും. ഇത് നീ ശരിക്കും മനസ്സിലാക്കുക. ഹറക്കാറ്റിയും വസക്കനാറ്റിയും വ ഇറാദാറ്റിയും, ജനങ്ങളുടെ ചലനങ്ങളാകട്ടെ, അവർ മിണ്ടാതിരിക്കുന്നെങ്കിൽ അതാകട്ടെ, അവരുടെ ഉദ്ദേശങ്ങളാകട്ടെ, ഇതൊക്കെ പടച്ചതാരാ? അള്ളാഹുവാണ്. ഫമശാ അല്ലാഹു ഖാൻ, അള്ളാഹു ഉദ്ദേശം എന്തോ അത് നടക്കും. വമാ ലം യശഅ ലം യകുൻ, അള്ളാഹു ഉദ്ദേശിക്കാതെ നടക്കുകയില്ല. ഫലാ യതഹറകു ഫിൽ ആലമിൽ ഉൽവി വസ്സുഫ്ലി ദർറത്തുൻ ഇല്ലാ ബിഇദ്നിഹി വമശിഅതിഹി. ഈ ലോകത്ത് മുകളിലോ താഴെയോ ഒരു ഉറുമ്പ് അനങ്ങണമെങ്കിൽ, നമ്മൾ മലയാളത്തിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ്റെ അനുമതി ഉണ്ടെങ്കിലേ നടക്കും. ഫൽ ഇബാദു ആല, ആളുകൾ യഥാർത്ഥത്തിൽ ഒരു ആലത്ത് മാത്രമാണ്, ഒരു ഉപകരണം മാത്രമാണ്. ഫൻദുർ ഇലല്ലദീ സല്ലതഹും അലൈക്, നിന്നെ ഒരാൾ ഉപദ്രവിച്ചെങ്കിൽ അവനെ നിന്റെ നേരെ തിരിച്ചുവിട്ടവനെ കുറിച്ച് നീ ആലോചിക്കും. വലാ തൻദുർ ഇലാ ഫിഅലിഹിം ബിക്, നിന്നെ അവരെന്ത് ചെയ്തു എന്ന് നീ ചിന്തിക്കാതെ അവരെ നിനക്കെതിൽ തിരിച്ചുവിട്ടവനെ കുറിച്ച് നീ ചിന്തിക്കും. തസ്തരിഹ് മിനൽ ഹമ്മി വൽ ഗം, എങ്കിൽ നിനക്ക് നല്ല റാഹത്ത് കിട്ടും, ആശ്വാസം കിട്ടും. ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് റാഹത്ത് കിട്ടും. കാരണം എന്തു തന്നെ ആയാലും അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാണ് ഇത് നടന്നത്. അള്ളാഹുവാണ് അവർ ഈ പ്രവർത്തനങ്ങളെ പടച്ചത്. ആ പാഠം അത് ഓർക്കുക എപ്പോഴും. നമ്മെ ക്ഷമക്ക് സഹായിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. ഈ രണ്ടാമത്തത് യശ്ഹദു ദുനൂബ, ഒരാൾ സ്വന്തം തിന്മകളെക്കുറിച്ച് ആലോചിക്കുക. വഅന്നല്ലാഹ ഇന്നമാ സല്ലതഹും അലൈഹി ബിദംബിഹി, ശത്രുക്കൾ അള്ളാഹു ഒരുവന് നേരെ തിരിച്ചുവിട്ടത്, ഉപദ്രവകാരികൾ അവന് നേരെ നിശ്ചയിച്ചത് അവൻ്റെ തിന്മകൾ കൊണ്ടാണ്. കമാ ഖാല തആല, അള്ളാഹു പറഞ്ഞു നോക്ക്, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫൂ അൻ കസീർ.
നിങ്ങൾക്ക് ഏത് മുസീബത്ത് ബാധിച്ചാലും അത് നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. വയഅഫു അൻ കസീർ. അള്ളാഹു ഒരുപാട് കാര്യങ്ങളാകട്ടെ വിട്ടുതരും. നിങ്ങൾക്കുണ്ടായ മുസീബത്തുകൾക്ക് യഥാർത്ഥത്തിൽ കാരണം നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതാണ്, നിങ്ങൾ ചെയ്തതാണ്. فإذا شهد العبد أن جميع ما يناله من المكروه فسببه ذنوبه اشتغل بالتوبة والاستغفار من الذنوب التي سلطهم عليه بسببها عن ذمهم ولومهم والوقيعة فيهم. ഇതൊരാൾ ശരിക്കും മനസ്സിൽ കൊണ്ടുവന്നാൽ പിന്നെ അവന് ഈ പ്രയാസം ബാധിക്കാൻ കാരണമായത് തിന്മകളാണെന്ന് അവൻ മനസ്സിലാക്കും. അപ്പോൾ അവൻ നേരം ചെലവഴിക്കുക, അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്തിലായിരിക്കും? ഇസ്തിഗ്ഫാർ, തൗബ ചെയ്യുക, തിന്മയിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അതിൽ പശ്ചാത്തപിക്കുക. കാരണം ഈ ഉപദ്രവകാരികൾ ഉപദ്രവിക്കാണ്ടായ കാരണം അവരെ അള്ളാഹു തന്നിലേക്ക് തിരിച്ചുവിടാണ്ടായ കാരണം തൻ്റെ തിന്മകളാണ്. അതുകൊണ്ട് അവൻ നേരം ചെലവഴിക്കുക, അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ഉപദ്രവിച്ച ആളുകൾക്ക് പിന്നാലെ പോയി അവരെ തിരിച്ചടിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ അവരെ തിരിച്ചെന്തെങ്കിലും ചെയ്യാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലുപരി ഒരാളുടെ ശ്രദ്ധ ഇതിലായിരിക്കും, അതിൽ ശുഗലാവും. وإذا رأيت العبد يقع في الناس إذا آذوه ولا يرجع إلى نفسه باللوم والاستغفار فاعلم أن مصيبته مصيبة حقيقية لا إله إلا الله. ഒരാൾക്ക് ഉപദ്രവം വല്ലതുണ്ടായി, അവൻ തൗബ ഇസ്തിഗ്ഫാർ നടത്താതെ ആളുകൾക്ക് നേരെ തിരിയുകയാണെങ്കിൽ നീ മനസ്സിലാക്കുക അവൻ്റെ മുസീബത്ത് അതാണ്, ഒന്നാന്തരം മുസീബത്ത്. അവന് ബാധിച്ചത് യഥാർത്ഥ മുസീബത്താണ്. وإذا تاب واستغفر وقال هذا بذنوبي صارت في حقه نعمة. എന്നാൽ അവൻ പശ്ചാത്തപിച്ചാൽ, പാപമോചനം തേടിയാൽ ഇതെൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണ്, അടിസ്ഥാനപരമായി എൻ്റെ തിന്മകൾ കൊണ്ടാണ് എന്ന് പറയുകയും ചെയ്താൽ അതവന് അനുഗ്രഹമായി തീരും. സുബ്ഹാനല്ലാഹ്. ഖാല അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കറമല്ലാഹു വജ്ഹഹു എന്ന് കാണാം. ഇത് അലി ഇബ്നു അബി താലിബിനെ കുറിച്ച് മാത്രം പേര് പറയുമ്പോൾ കറമല്ലാഹു വജ്ഹഹു എന്ന വാക്ക് പറയുക ഒരു ശൈലിയാണ്. ഇത് പാടില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിൻ്റെ മജ്മു ഫതവ പോലെയുള്ള കിതാബുകൾ പറഞ്ഞത് കാണാം. ഇത് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതല്ല യഥാർത്ഥത്തിൽ, മറിച്ച് കിതാബുകൾ, പഴയകാലത്തെ കിതാബുകൾ, അത് പകർത്തി എഴുതുന്ന നുസാഖുകൾ, പകർത്തി എഴുതുന്നവർ ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു ഇതൊക്കെ അവർ സ്വയം എഴുതും. അപ്പോൾ അവരുടെ കയ്യാൽ സംഭവിച്ചതാണ് ഇത്. കറമല്ലാഹു വജ്ഹ, അലി ഇബ്നു അബി താലിബിൻ്റെ പേര് പറഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹു പറയാതെ കറമല്ലാഹു വജ്ഹ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ മുഖം ആദരിക്കട്ടെ എന്നൊരു പ്രത്യേക വാക്ക് അലിയെക്കുറിച്ച് മാത്രം പറയുക എന്നത് അത് ശരിയല്ല. കാരണം ബാക്കി സഹാബിമാർക്ക് ഇല്ലാത്തൊരു അലിക്ക് പറയപ്പെടാത്തൊരു ഫضൽ പറയുക പാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ആകട്ടെ ഈ വാക്ക് പറയുന്നത് എതിർത്തിട്ടുമുണ്ട്. ഇത് നുസാഖുകൾ, കിതാബ് പകർത്തി എഴുതുന്ന ആളുകളുടെ കൈവശം വന്ന സംഗതിയാണ്. ശരി, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കലിമത്തൻ മിൻ ജവാഹിരിൽ കലാം, മണിമുത്തു പോലെയുള്ള ഒരു വാചകം പറഞ്ഞത് കാണാം. ലാ യർജുവന്ന അബ്ദുൻ ഇല്ലാ റബ്ബഹ് വലാ യഖഫന്ന അബ്ദുൻ ഇല്ലാ ദംബഹ്. ഒരാളും തൻ്റെ റബ്ബിലല്ലാതെ പ്രതീക്ഷ വെക്കേണ്ട, ഒരാളും സ്വന്തം തിന്മകളല്ലാതെ പേടിക്കുകയും വേണ്ട. നീ പ്രതീക്ഷിക്കേണ്ട നിൻ്റെ റബ്ബിലാണ്, നീ പേടിക്കേണ്ടത് നിൻ്റെ തിന്മകളെയാണ്. വറുവിയ അൻഹു അൻ ഗൈരിഹി, അതുപോലെ അലിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും റിവായത്ത് വന്നത് കാണാം. മാ നസല ബലാഉൻ ഇല്ലാ ബിദംബ് വലാ റുഫിഅ ഇല്ലാ ബിതൗബ. ഒരു പരീക്ഷണവും ഇറങ്ങിയിട്ടില്ല തിന്മ കൊണ്ടല്ലാതെ, ഒരു പരീക്ഷണവും നീങ്ങിപ്പോയിട്ടില്ല തൗബ കൊണ്ടല്ലാതെ. ഇത് വളരെ ഇക്കാര്യം ശ്രദ്ധിക്കുക. അസ്മാ ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹ തലവേദന വന്നാൽ അവർ പറയുമായിരുന്നു, ബിദംബി വമാ യഗ്ഫിറുല്ലാഹു കസീർ, തലയിൽ കൈവച്ച് പറയുന്നതാണ്, എൻ്റെ തിന്മകൾ കൊണ്ടാണ്, അള്ളാഹു പുറത്തു തരുന്നതാകട്ടെ ധാരാളമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ കിതാബിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരവസരത്തിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ബാറകല്ലാഹു ഫീക്കും. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു വസല്ലം അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മ ബഅദ്. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഖാഇദത്തുൻ ഫി സബ്ർ എന്ന റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ റിസാലയിലെ പ്രധാനപ്പെട്ട വിഷയം ആളുകളുടെ, നമുക്ക് ചുറ്റും നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ, സഹജീവികളുടെ ഉപദ്രവങ്ങളിൽ, അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ,
സബർ കൈക്കൊള്ളാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ 2 എണ്ണമാണ് നമ്മൾ പറഞ്ഞു വച്ചത്. ഒന്ന്, അള്ളാഹു റബ്ബുൽ ആലമീനാണ്, അവനാണ് പടപ്പുകളുടെ പ്രവർത്തനങ്ങളെയും പടച്ചവൻ. യഥാർത്ഥത്തിൽ സൃഷ്ടികളുടെ ചെയ്തികളെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. അതുകൊണ്ട് ആളുകളിൽ നിന്ന് ഉപദ്രവമുണ്ടായാൽ നീ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് എന്ന് ചിന്തിക്കുക. രണ്ടാമത്തേത്, അവനവൻ്റെ തിന്മകളെക്കുറിച്ച് ഓർക്കുക. കാരണം തിന്മകളാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളുടെ എല്ലാം ആത്യന്തിക കാരണം. അതിൻ്റെ എല്ലാം കാരണം നമ്മുടെ തെറ്റുകളും നമ്മുടെ അബദ്ധങ്ങളുമാണ്. അതോർത്താൽ ആളുകളുടെ ഉപദ്രവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിന് പകരം വീട്ടാൻ ആലോചിക്കുന്നതിന് പകരം തിന്മകളിൽ നിന്ന് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, തൗബ ചെയ്യാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി മൂന്നാമത്തേത്, നിങ്ങൾ കയ്യിൽ റിസാലയുടെ കോപ്പി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. 169 പേജിൽ 2ാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം. അസാലിസ്, മൂന്നാമത്തേത്, അയഷ്ഹദ അൽ അബ്ദു ഹുസ്ന الثواب الذي وعده الله لمن عفا وصبر. അള്ളാഹു റബ്ബുൽ ആലമീൻ ക്ഷമിച്ചവർക്ക്, മാപ്പ് നൽകിയവർക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള അവൻ്റെ ഏറ്റവും ഉത്തമമായ പ്രതിഫലം, അള്ളാഹുവിൻ്റെ സവാബ്, അതേക്കുറിച്ച് ഓർക്കുക, അത് മനസ്സിൽ കാണുക. കമാ ഖാല തആല വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബു الظാലിമീൻ. അള്ളാഹു പറഞ്ഞു വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ, ഒരു മോശമായ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അതുപോലെ മോശമായ പ്രവർത്തനമാണ്, പകരത്തിന് പകരമാണ്. ഫമൻ അഫാ വഅസ്ലഹ, എന്നാൽ ആരാണോ മാപ്പ് നൽകുകയും നന്മ വരുത്തുകയും ചെയ്തത്, ഫഅജ്റുഹു അലല്ലാഹ്, അവൻ്റെ പ്രതിഫലം അള്ളാഹുവിങ്കൽ ഉറച്ചിരിക്കുന്നു. ഇന്നഹു ലാ യുഹിബ്ബു الظാലിമീൻ, അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് നോക്കൂ, വലമ്മാ കാന അന്നാസു ഇൻദ മുഖാബലത്തിൽ അദാ സലാസത അഖ്സാം, ആളുകൾ അവർക്ക് നേരെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ നേരിടുന്ന കാര്യത്തിൽ, ഒരാൾ ഉപദ്രവിച്ചാൽ ഉപദ്രവത്തെ നേരിടുന്ന കാര്യത്തിൽ ജനങ്ങൾ 3 കൂട്ടരാണ്, 3 തരത്തിലാണ് ആളുകൾ. ഒന്ന്, വാലിമുൻ യഖുദു ഫൗഖ ഹഖ്ഖിഹ്, ഒന്നാമത്തവൻ അവൻ പകരം വീട്ടുമ്പോൾ ആ പരിധിയിൽ അതിൻ്റെ അളവും തോതും എത്രയാണോ അവിടെ നിൽക്കില്ല, മറിച്ച് പരിധി വിടും. അങ്ങനെ അക്രമം പ്രവർത്തിക്കുന്നവൻ, തനിക്ക് കിട്ടാനുള്ള ഹക്കിൻ്റെ മുകളിൽ വാങ്ങുന്നവൻ. രണ്ടാമത്തെ വിഭാഗമോ വമുഖ്തസിദുൻ യഖുദു ബിഖദ്രി ഹഖ്ഖിഹ്, എന്താണോ പകരം വീട്ടേണ്ടത്, പകരത്തിന് പകരം എത്രയാണോ അത് അതേ അളവിലും തൂക്കത്തിൽ മാത്രം ചെയ്യുന്നവൻ. മൂന്നാമനോ മുഹ്സിനുൻ യഅഫു വയത്രുകു ഹഖ്ഖഹ്, മൂന്നാമൻ മാപ്പ് നൽകുകയും തൻ്റെ ഹക്ക്, തനിക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ തനിക്ക് പകരം വീട്ടാൻ അർഹതപ്പെട്ടത് വിട്ടുകളയുന്നവനാണ്, അങ്ങനെ മാപ്പ് കൊടുക്കുന്നവൻ. ഇതാണ് 3 കൂട്ടർ ജനങ്ങൾ. തങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടായാൽ അത് നേരിടുന്നതിൽ ആളുകൾ 3 കൂട്ടരാണ്. ذكر الأقسام الثلاثة في هذه الآية, ആളുകൾ ഇങ്ങനെ 3 തരക്കാരായതുകൊണ്ട് അള്ളാഹു ഇതാ ഈ പറഞ്ഞ നമ്മളിപ്പോൾ കേട്ട ആയത്തിൽ, സൂറത്തു ഷൂറായിലെ ആയത്താണ്, സൂറത്തു ഷുഅറ, അതുപോലെ സൂറത്തു ഷൂറ, 2 സൂറത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ മാറിപ്പോകാനാണ്. സൂറത്തു ഷുഅറ അത് വേറെ സൂറത്താണ്, കവികൾ എന്നാണ് ആ സൂറത്തിൻ്റെ പേരിൻ്റെ അർത്ഥം. പിന്നെയോ സൂറത്തു ഷൂറ എന്നാൽ പരസ്പരമുള്ള കൂടിയാലോചന എന്നാണ് അർത്ഥം. സൂറത്തു ഷൂറായിൽ 40ാമത്തെ ആയത്താണ് നേരത്തെ നമ്മളിപ്പോൾ വായിച്ചത്. ഈ ആയത്തിൽ അള്ളാഹു ഈ 3 കൂട്ടരെ കുറിച്ചും പറഞ്ഞു. ഫഅവ്വലുഹാ ലിൽ മുഖ്തസിദീൻ, ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗം മിതത്വം പാലിക്കുന്ന അഥവാ കണക്കിന് മാത്രം പകരം ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ്. ആയത്ത് നോക്കി, നിങ്ങൾ ആയത്തൊന്നുകൂടി ശ്രദ്ധിച്ച് നോക്ക്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ, ഒരു സയ്യിഅത്തിന് മോശമായ കാര്യത്തിന് പകരം അതുപോലെയുള്ള മോശം കാര്യമാണ്
ആയത്തിലെ ഈ ഭാഗം, ആദ്യത്തെ ഭാഗം ആരെക്കുറിച്ചാണ്? പകരത്തിന് പകരം അതിര് വിടാതെ ചെയ്യുന്നവർ. പകരം വീട്ടുന്നുണ്ടവർ, പക്ഷെ അതിര് വിടുന്നില്ല, മാപ്പ് കൊടുക്കുന്നുമില്ല. വവസത്തുഹാ ലിസ്സാബിഖീൻ, ആയത്തിൻ്റെ അതിൻ്റെ മധ്യഭാഗം ആരെക്കുറിച്ചാണ്? ലിസ്സാബിഖീൻ, അത് നന്മയിൽ മുൻകടന്ന ആളുകളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സാബിറുകളെക്കുറിച്ച്, ക്ഷമിക്കുന്ന ആളുകളെക്കുറിച്ചാണ്. അതേതാണ് ഭാഗം? ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, മാപ്പ് നൽകുകയും നന്മ ഉണ്ടാക്കുകയും ചെയ്തവൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ ഉറച്ചിരിക്കുന്നു. ആ ഭാഗം വമൻ അഫാ ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. ആയത്തിൻ്റെ ബാക്കി എന്താണ്? നോക്കുക, ഇന്നഹു കയ്യിലില്ല കിതാബ്, ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല. ആയത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ആഖിറുഹാ ലിദ്ദാലിമീൻ, അവസാന ഭാഗം അക്രമികളെക്കുറിച്ചാണ്. നോക്കൂ, ശൈഖുൽ ഇസ്ലാം ഈ പറഞ്ഞ വഴി, ക്ഷമിക്കാനുള്ള വഴി എത്ര ശ്രേഷ്ഠമായ വഴിയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ആയത്തിൽ പ്രതിഫലം പറഞ്ഞത് ആർക്കാണ്? മാപ്പ് നൽകുന്നവർക്കാണ്. പകരത്തിന് പകരം പരിധി വിടാതെ ചെയ്യുന്നവർക്ക് കുറ്റമില്ല, പക്ഷേ അവൻ ദുൽമിലേക്ക് കടക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അള്ളാഹു പറഞ്ഞു ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, മാപ്പ് നൽകുകയും നന്മ ഉണ്ടാക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉറച്ചിരിക്കുന്നു. ശൈഖുൽ ഇസ്ലാം ബാക്കി പറയുന്നു, നോക്കൂ, വയശ്ഹദു നിദാ അൽ മുനാദി യൗമൽ ഖിയാമ അലാ ലിയഖും മൻ വജബ അജ്റുഹു അലല്ലാഹ് ഫലാ യഖും ഇല്ലാ മൻ അഫാ വ അസ്ലഹ്. അപ്പോൾ നോക്കൂ, അവൻ ക്ഷമിക്കാൻ വേണ്ടി ഓർക്കുക, പരലോകത്ത് അള്ളാഹു പ്രതിഫലം ഏറ്റെടുത്ത്, പ്രതിഫലം ഉറച്ച ആളുകൾ എഴുന്നേറ്റ് വരൂ എന്ന് പറഞ്ഞാൽ, എഴുന്നേറ്റ് വരുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ എന്തു വേണം? മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും ചെയ്യണം. അവർ മാത്രമേ അന്ന് എഴുന്നേറ്റ് വരികയുള്ളൂ. അവരെക്കുറിച്ചാണ് അള്ളാഹു ഖദ് വഖഅ അജ്റുഹു അലല്ലാഹ് ഫഅജ്റുഹു അലല്ലാഹ് എന്ന് പറഞ്ഞത്. وإذا شهد مع ذلك فوت الأجر بالانتقام والاستيفاء سهل عليه الصبر والعفو. അതോടൊപ്പം നോക്കൂ, പ്രതികാരം ചെയ്താൽ, തിരിച്ചടിച്ചാൽ നഷ്ടപ്പെടുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഓർക്കുക. ഇത് രണ്ടും ഓർത്താൽ, ക്ഷമിച്ചാൽ കിട്ടുന്ന പ്രതിഫലവും പകരം വീട്ടിയാൽ നഷ്ടപ്പെടുന്ന പ്രതിഫലവും ഇതോർത്താൽ ഒരാൾക്ക് എളുപ്പമാകും മാപ്പ് നൽകാനും വിട്ടുകൊടുക്കാനും. നോക്കൂ, ഈ ആയത്ത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. വളരെ ചിന്തിക്കേണ്ട ആയത്താണ്. നമ്മുടെ നഫ്സ് എപ്പോഴും പ്രേരിപ്പിക്കുക ഇതിനെതിരെ ചെയ്യാനാണ്, പകരം വീട്ടാനാണ്. പകരം വീട്ടാനുള്ള ന്യായീകരണങ്ങളും ന്യായങ്ങളും നഫ്സ് നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നത് ശ്രദ്ധിക്കണം. എന്നാൽ അതോടൊപ്പം ഇവിടെ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം പറയട്ടെ. അതായത് അഫു, മാപ്പ് നൽകുക എന്നതിൻ്റെ കൂടെ ഇസ്ലാഹ്, നന്മ വരുത്തൽ ഉണ്ടായിരിക്കണം എന്നാണ്. അള്ളാഹു മാപ്പ് നൽകുക എന്ന് മാത്രം പറഞ്ഞു നിർത്തിയില്ല, മറിച്ച് എന്തു പറഞ്ഞു? ഫമൻ അഫ വ അസ്ലഹ്, മാപ്പ് നൽകുകയും നന്മ വരുത്തുകയും ചെയ്തു, ഇസ്ലാഹ് ഉണ്ടാക്കുകയും ചെയ്തു. മാപ്പ് ഇസ്ലാഹ് ഉണ്ടാക്കുന്നില്ല എങ്കിൽ, നന്മ ഉണ്ടാക്കുന്നില്ല, മറിച്ച് ഷർ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ അവിടെ മാപ്പ് പ്രോത്സാഹിപ്പിക്കപ്പെടുകയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ഡിതന്മാരിൽ ചിലർ ഉദാഹരണം പറഞ്ഞത് കാണാം. ഒരാൾ സ്ഥിരം ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ സ്ഥിരം ജനങ്ങളുടെ ഉപദ്രവങ്ങളെക്കുറിച്ച് തൻ്റെ പ്രവൃത്തി കൊണ്ട് അതുണ്ടാവുന്നു എന്നതിൽ ശ്രദ്ധയില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ റോഡിലൂടെ ഒരാൾ വാഹനം ഓടിച്ചു പോകുന്നു, മറ്റൊരാളുടെ വാഹനത്തിനോ അല്ലെങ്കിൽ ശരീരത്തിനോ അപകടമുണ്ടാക്കുന്ന രൂപത്തിൽ വണ്ടി ഓടിച്ചു പോയി ഒരാൾക്ക് അപകടം പറ്റി. നമ്മൾ പറയുന്നു മാപ്പ് നൽകുക എന്നതാണ് നല്ലത്, പക്ഷേ അവിടെ ഇസ്ലാഹ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരിൽ സ്വീകരിക്കേണ്ട നടപടികൾ, നിയമ നടപടികളോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് അതിനുള്ള നഷ്ടപരിഹാരം വാങ്ങലോ, ഇതൊന്നും ചെയ്യാതെ അയാളെ വിട്ടേക്കലാണോ നല്ലത്? പൊതുവേ അതാണ് നല്ലത്. പക്ഷേ ഇയാൾ സ്ഥിരം ഇങ്ങനൊരു സ്വഭാവക്കാരനാണ്, എപ്പോഴും ഈ രൂപത്തിൽ വാഹനം ഓടിക്കുക, ജനങ്ങളുടെ ശരീരത്തിനോ അവരുടെ രക്ഷക്കോ അവരുടെ ജീവനോ ഒന്നും യാതൊരു വിലയും കൊടുക്കാതെ അവൻ്റെ പണി തന്നെ അങ്ങനെയാണ്. അങ്ങനെയുള്ളവരെ വെറുതെ വിടുക എന്നത് അവരുടെ ഉപദ്രവം കൂടാനാണ് കാരണമാവുക.
അവർക്ക് മാപ്പ് കൊടുക്കുക എന്നത് അവിടെ ഇസ്ലാഹിൻ്റെ കൂടെയുള്ള അഫു അല്ല, മറിച്ച് ഇസ്ലാഹ് ഉണ്ടാക്കുന്ന മാപ്പായിരിക്കണം. എന്ന് പറഞ്ഞാൽ അയാൾ സ്ഥിരം അങ്ങനെ ചെയ്യുന്ന ആളല്ല, അവർ അബദ്ധം പറ്റിയതാണ്. ശരിയാണ്, അവിടെ അഫ്ദൽ ശ്രേഷ്ഠം അയാൾക്ക് മാപ്പ് നൽകലാണ്. അപ്പം അഫുവിൻ്റെ കൂടെ അള്ളാഹു ഇസ്ലാഹ് പറഞ്ഞു, ഫമൻ അഫാ വ അസ്ലഹ എന്ന് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാഹ് ഇല്ല, മറിച്ച് മാപ്പ് കൊണ്ട് ഒരാളുടെ ഷർറ് വർദ്ധിക്കുകയേ ചെയ്യുകയുള്ളൂ എങ്കിൽ അവിടെ മാപ്പ് ശ്രേഷ്ഠമാവുകയില്ല, മറിച്ച് അവിടെ ചില സന്ദർഭത്തിൽ മാപ്പ് കൊടുക്കാൻ പാടില്ല എന്ന അവസ്ഥ വന്നേക്കും. ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ നഫ്സ് ചിലപ്പോൾ പലപ്പോഴും പൊതുവെ മാപ്പ് നൽകാതിരിക്കാൻ ന്യായങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ പറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അതിന് കീഴ്പ്പെടുക എന്നത് പാടില്ല. രണ്ടും ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖുള്ളവർക്കാണ് അത് ശരിയായ രൂപത്തിൽ ചെയ്യാൻ സാധിക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ വമാ യുലഖാഹ ഇല്ല അല്ലദീന സബറു വമാ യുലഖാഹ ഇല്ല ദു ഹദ്ദിൻ അളീം, വലിയ ഭാഗ്യം ലഭിച്ചവർക്ക് മാത്രമേ മാപ്പ് കൊടുക്കാൻ സാധിക്കൂ എന്നാണ്. നോക്കൂ, നാലാമത്തത് الرابع أن يشهد أنه إذا عفا وأحسن أورثه ذلك من سلامة القلب لإخوانه ونقائه من الغش والغل وطلب الانتقام وإرادة الشر، وحصل له من حلاوة العفو ما يزيد لذته ومنفعته عاجلا وآجلا على المنفعة الحاصلة له بالانتقام أضعافا مضاعفة. ഒരാൾ മാപ്പ് നൽകുന്നതിലൂടെ അയാളുടെ ഹൃദയത്തിന് ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് തൻ്റെ സഹോദരങ്ങളോട് ഹൃദയത്തിൽ പകയില്ലാത്ത, അവരെ വഞ്ചിക്കാനുള്ള ഉദ്ദേശമില്ലാത്ത, അവരോട് പക വീട്ടാനുള്ള, അവർക്ക് ഷർറ് വരുത്തി വെക്കാനുള്ള ലക്ഷ്യമില്ലാത്ത സുരക്ഷിതമായ രക്ഷപ്പെട്ട ഹൃദയമായി തീരും. സലാമത്തുൽ ഖൽബ് ലഭിക്കുന്നു. മുസ്ലിമീങ്ങളോട് സലാമത്തുൽ ഖൽബ് ഉണ്ടാവുക എന്നത് നോക്കൂ അള്ളാഹുവിങ്കലേറെ വിലയുള്ള കാര്യമാണ്. ഖൽബുൻ സലീമായി തീരുക. മുസ്ലിമീങ്ങളോട് പക വീട്ടാനോ മുസ്ലിമീങ്ങളോട് ആരോടും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത മനസ്സുമായി ജീവിക്കുക എന്നത് അള്ളാഹുവിങ്കൽ വലിയ വിലയുള്ള ഏറെ ശ്രേഷ്ഠമായ കാര്യമാണ്. ഈ അവസ്ഥയിലേക്ക് ഒരാളുടെ ഹൃദയം എത്തിച്ചേരും. നിങ്ങൾ നോക്കൂ, പക വീട്ടിയാൽ അവന് ലഭിക്കുന്ന ഒരു സുഖമുണ്ട്, അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഹൃദയമുള്ളൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ഹൃദയത്തിൻ്റെ മാധുര്യം. പക വീട്ടിയാൽ ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ്. ഒരാളുടെ മനസ്സ് മുസ്ലിമീങ്ങളോട് ആരോടും പകയില്ല, ഒരാൾക്ക് ഷർറ് വരണമെന്ന് ഒരാൾക്ക് ഉദ്ദേശമില്ല, ആ രൂപത്തിൽ ഒരാളുടെ മനസ്സായാൽ അയാൾ അത്രയും പ്രയോജനമാണ് അയാൾക്ക് ലഭിക്കുക. വയദ്ഖുലു ഫി ഖൗലിഹി തആല അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനുകളെ, നന്മ വരുത്തുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന ആയത്തിൽ പറഞ്ഞ മുഹ്സിനുകളുടെ കൂട്ടത്തിൽ അവൻ പ്രവേശിക്കും. ഫയസീറു മഹ്ബൂബൻ ലില്ലാഹ് വയസീറു ഹാലുഹു ഹാല മൻ ഉഖിദ മിൻഹു ദിർഹം ഫഉവിദ അലൈഹി ഉലൂഫൻ മിന الدنانير فحينئذ يفرح بما من الله عليه أعظم فرحا يكون. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ചവനിൽ അവൻ ഉൾപ്പെടും. കാരണം അള്ളാഹു പറഞ്ഞത് അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു നന്മ വരുത്തുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ആ കൂട്ടരിൽ അവൻ പ്രവേശിച്ച് അള്ളാഹുവിൻ്റെ മഹബൂബായി, അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിച്ചവനായി തീരും. അവൻ ആരെപ്പോലെയാണ്? ഒരു ദിർഹം അവന് നഷ്ടപ്പെട്ടു, പക്ഷെ പകരം കിട്ടിയതോ ആയിരക്കണക്കിന് ദിനാറുകളാണ്. ഒരു സ്വർണ്ണ നാണയം നഷ്ടപ്പെട്ടു, പക്ഷെ ആയിരക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ച ഒരാൾ, അവൻ്റെ സന്തോഷം എത്ര വലുതായിരിക്കും. അതുപോലെ സന്തോഷം അവന് ലഭിക്കും. പകരം വീട്ടിയാൽ കിട്ടുന്ന സന്തോഷം ഇതുമായി തട്ടിച്ചു നോക്കിയാൽ ഒന്നുമല്ല യഥാർത്ഥത്തിൽ. ഈ കാര്യം ചിന്തിക്കുക, മനസ്സിലാക്കുക. ഹൃദയത്തിന് ലഭിക്കുന്ന സലാമ, മാപ്പ് നൽകിയാൽ ഹൃദയത്തിന് ലഭിക്കുന്ന സലാമത്ത് വളരെ വലുതാണ്. നോക്കൂ, എന്ന് മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അള്ളാഹുവിന് വേണ്ടി നീ എന്തുപേക്ഷിച്ചാലും ഏറ്റവും നല്ലത് പകരം നൽകുന്നവനാണ്. അത് ദുനിയാവിലെ എന്തെങ്കിലും ഹറാമായൊരു സമ്പാദ്യമോ മറ്റോ മാത്രമല്ല, ഈ പക വീട്ടാനുള്ള ഒരു മനസ്സ് റബ്ബിന് വേണ്ടി നീ ഉപേക്ഷിച്ചാൽ അള്ളാഹു നിൻ്റെ മനസ്സിന് ആ പക വീട്ടിയാൽ ലഭിക്കുന്ന, തിരിച്ചടിച്ചാൽ ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ ഇരട്ടി സന്തോഷം ഹൃദയത്തിന് നൽകും. അള്ളാഹു ഹൃദയം അത് മുഖേന ശുദ്ധീകരിച്ച് നൽകും. നന്മകൾ ഹൃദയത്തിന് നന്മ വരുത്തും, തിന്മകൾ ഹൃദയത്തിന് കേടുവരുത്തും. അള്ളാഹുവിന് വേണ്ടി നീ ഒരു ഹറാമായ നോട്ടം ഉപേക്ഷിച്ചാൽ അതുകൊണ്ട് ഹൃദയത്തിന് ലഭിക്കുന്ന സലാമത്തുണ്ട്, നന്മയുണ്ട്. നോക്കിയാൽ ഹൃദയത്തിന് വരുത്തുന്ന
കേടുണ്ട് എന്നതുപോലെ. നോക്കൂ അഞ്ചാമത്തത്, الخامس يعلم أنه ما انتقم أحد قط لنفسه إلا أورثه ذلك ذلا يجده في نفسه فإذا عفا عزه الله تعالى. ആരെങ്കിലും സ്വന്തം നഫ്സിനു വേണ്ടി അവനവന് വേണ്ടി പകരം വീട്ടിയാൽ അവൻ്റെ മനസ്സിൽ നിന്ദത ലഭിക്കും. ആ പകരം വീട്ടിയതിന് പകരം അവൻ്റെ ഹൃദയത്തിന് ഉള്ളിൽ ഒരു നിന്ദത അത് ലഭിക്കുന്നതാണ്. അതിലവൻ പെട്ടുപോകുന്നതാണ്. എന്നാൽ മാപ്പ് നൽകിയാലോ അതിൻ്റെ നേരെ വിപരീതമാണ്. മാപ്പ് നൽകിയാൽ എന്താണ് സംഭവിക്കുക? മനസ്സിന് അള്ളാഹു ഇസ്സത്ത് നൽകും. അള്ളാഹു അവന് ഇസ്സത്ത്, പ്രതാപം നൽകും. നേരെ തിരിച്ചാൽ ആളുകൾ പൊതുവെ പുറമേക്ക് നോക്കിയാൽ ആളുകൾക്ക് തോന്നുക പകരം വീട്ടുന്നവനാണ് ഇസ്സത്ത് എന്നാണ് തോന്നുക. പക്ഷേ മാപ്പ് നൽകുന്നവനാണ് യഥാർത്ഥ ഇസ്സത്ത് ഉള്ളത്. വഹാദ മിമ്മ അഖ്ബറ ബിഹി സ്സാദിഖുൽ മസ്ദൂഖ് ഹൈസു യഖൂൽ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. അള്ളാഹു ഒരടിമക്ക് അവൻ മാപ്പ് നൽകിയാൽ എന്തേ കൂട്ടി കൊടുക്കുള്ളൂ, എന്തേ വർദ്ധിപ്പിച്ചു കൊടുക്കുള്ളൂ? ഇല്ലാ ഇസ്സ, പ്രതാപവും അന്തസ്സുമാണ് അള്ളാഹുവിന് വർദ്ധിപ്പിച്ചു കൊടുക്കുക. അത് മാത്രമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിന്നതല്ല അവന് ലഭിക്കുക, മാപ്പ് നൽകിയവന് ലഭിക്കുക പ്രതാപമാണ്, അന്തസ്സാണ്. فالعز الحاصل له بالعفو أحب إليه وأنفع له من العز الحاصل له بالانتقام. ഈ മാപ്പ് കൊണ്ട് അവന് ലഭിക്കുന്ന ഇസ്, ആ പ്രതാപവും അന്തസ്സും അതാണ് അവന് ഏറ്റവും ഉപകാരം ചെയ്യുന്നതായി തീരുക. അങ്ങനെ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായി തീരുക. പകരം വീട്ടിയാൽ ലഭിക്കുന്ന പ്രതാപത്തെക്കാൾ അവന് ഉപകാരമുണ്ടാവുക, അവന് പിന്നീട് ഇഷ്ടമുണ്ടാവുക ഇതിനോടാണ്. فإن هذا عز في الظاهر وهو يورث في الباطن ذلا والعفو ذل في الباطن وهو يورث العزة باطنا وظاهرا. നോക്കൂ, പകരം വീട്ടിയാൽ കിട്ടുന്നത് പുറമേക്കുള്ള ഒരു പ്രതാപം, ഒരു അന്തസ്, ഇസ്സത്ത് മാത്രമാണ്. എന്നാൽ ഉള്ളിൽ അവന് നിന്ദതയാണ് ലഭിക്കുന്നത്. എന്നാൽ മാപ്പ് നൽകുക എന്നത് ഉള്ളിൽ അവൻ സ്വയം താഴുകയാണ്, അതിലൂടെ ലഭിക്കുന്നു ഉള്ളും പുറവും അവന് അള്ളാഹു പ്രതാപം നൽകും. പുറമേക്കും അവന് ഇസ്സത്തുണ്ട്, അന്തസ്സുണ്ട്, ഉള്ളിലും അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് ഇസ്സത്ത് നൽകുന്നതാണ്. ഇത് ചിന്തിക്കുക, ഇത് ആലോചിക്കുക. മാപ്പ് നൽകിയാൽ അപ്പോഴാണ് എനിക്ക് അന്തസ്സ് ലഭിക്കുക, പകരം വീട്ടിയാലല്ല എനിക്ക് പ്രതാപം ലഭിക്കുക എന്നത് ചിന്തിക്കുക. ഇത് അള്ളാഹു ഒരുവന് മാപ്പിൽ നിൽക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ സഹായിക്കുന്ന കാര്യമാണ്. അസ്സാദിസ്, ആറാമത്തത്, വഹിയ മിൻ അഅ്ദമിൽ ഫവായിദ്. ഈ പറയുന്ന ഫായിദകളുടെ കൂട്ടത്തിൽ ഏറെ മഹത്തരമായ ഒന്നാണ് ഈ ആറാമത്തത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് ആമുഖമായി പറയുക. എന്താണത്? അയ്യശ്ഹദ അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ. അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ, നിന്റെ പ്രവർത്തനം എന്താണോ അതിനനുസരിച്ചാണ് അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകുക. വഅന്ന നഫ്സഹു ളാലിമുൻ മുദ്നിബ്, നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ ഓരോരുത്തരുടെയും നഫ്സ്, നമ്മൾ പാപികളാണ്, ദോഷികളാണ്, തിന്മകൾ ഒരുപാട് സംഭവിക്കുന്നവരാണ്. അള്ളാഹു നമുക്ക് മാപ്പ് തരണ്ടേ, റബ്ബ് നമുക്ക് വിട്ടുതരണ്ടേ. വഅന്ന മൻ അഫ അനിന്നാസ് അഫ അല്ലാഹു അൻ, ജനങ്ങൾക്ക് മാപ്പ് നൽകിയവന് അള്ളാഹു മാപ്പ് നൽകും. വമൻ ഗഫറ ലഹും ഗഫറ അല്ലാഹു ലഹ്, ജനങ്ങൾക്ക് പുറത്തു കൊടുത്തവന് അള്ളാഹു പുറത്തു കൊടുക്കും. فإذا شهد أن عفوه عنهم وصفحه وإحسانه مع إساءتهم إليه سبب لأن يجزيه الله كذلك من جنس عمله فيعفو عنه ويصفح ويحسن إليه على ذنوبه يسهل عليه عفوه وصبره. ഇവിടെ ഒരു വാവ് അധികമായുണ്ട്, വയസ്സുലു, വാവ് കണ്ടതില്ല. يسهل عليه عفوه وصبره ويكفي العاقل هذه فائدة. അതായത് ഒരാൾ ചിന്തിച്ചാൽ, മനസ്സിലാക്കിയാൽ, ജനങ്ങൾക്ക് ഒരാൾ മാപ്പ് നൽകി, ആളുകൾക്ക് വിട്ടുകൊടുത്തു, അവരിങ്ങോട്ട് തിന്മ ചെയ്യുന്നു പക്ഷെ അങ്ങോട്ട് നന്മ ചെയ്തു കൊടുത്തു, ഇത് എന്തിനുള്ള വഴിയാണ്, എന്തിനുള്ള കാരണമാണ്? ഇതേപോലെ അള്ളാഹു നിന്നോട് തിരിച്ചു ചെയ്യാൻ, നിന്റെ തിന്മകൾ ഉണ്ടായിരിക്കെ അള്ളാഹു നിനക്ക് വിട്ടു നൽകാൻ, മാപ്പ് നൽകാൻ, നീ തിന്മകളിലായിരിക്കെ റബ്ബ് നിനക്ക് നന്മകൾ നൽകാൻ. ഇത് ചിന്തിച്ചാൽ ഒരാൾക്ക് മാപ്പും വിട്ടുവീഴ്ചയും ഒക്കെ വളരെ എളുപ്പമായി തീരും. വയക്ഫിൽ ആഖില ഹാദിഹി ഫായിദ, ഹാദിഹിൽ ഫായിദ, ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗുണപാഠം ഇത് മതിയായ ഗുണപാഠമാണ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ആയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? മിസ്തഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബൂബക്കർ സിദ്ദീഖിൻ്റെ ബന്ധുവാണ്, ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരിൽ ഉണ്ടായ ദുരാരോപണത്തിൽ അത് പറയുന്നതിൽ അദ്ദേഹം പങ്കുചേർന്നു പോയി. മിസ്തഹ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു പിന്നീട്? മിസ്തഹ് മുഹാജിറായ സഹാബിയാണ്, ദരിദ്രനാണ്, അബൂബക്കർ സിദ്ദീഖിൻ്റെ ബന്ധുവാണ്. അബൂബക്കർ സിദ്ദീഖ് സാമ്പത്തികമായി സഹായം ചെയ്തിരുന്നു മിസ്തഹിന്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് സത്യം ചെയ്ത് കളഞ്ഞു. എന്ത്? ഞാൻ മിസ്തഹിനാ കൊടുക്കുന്നത് കൊടുക്കുകയില്ല. സൂറത്തു നൂറിൽ അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചു, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളിൽ അള്ളാഹു ഫദ്ൽ നൽകിയ സഅത്ത് നൽകിയ ആളുകൾ, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ യുഅ്തു ഉലിൽ ഖുർബ والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم. നിങ്ങളിൽ അള്ളാഹു വിശാലത നൽകിയ, അള്ളാഹു സമ്പത്ത് നൽകിയ ആളുകൾ ബന്ധുക്കളും മിസ്കീനുകളും മുഹാജിറുകളുമായ ആളുകൾക്ക് കൊടുക്കുകയില്ല എന്ന് സത്യം ചെയ്യരുത്. മിസ്തഹ് ഇത് മൂന്നുമാണ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ ബന്ധുവാണ്, അതുപോലെ മിസ്കീനാണ്, അതുപോലെ മുഹാജിറാണ്, ഹിജ്റ എന്ന സഹാബിയാണ്. അള്ളാഹു എന്നിട്ട് ചോദിച്ചു, അലാ തുഹിബ്ബൂന യഗ്ഫിറ അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു എനിക്ക് പുറത്തു തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത് ഞാൻ ഇഷ്ടപ്പെടുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കൊടുത്തിരുന്നത് പുനഃസ്ഥാപിച്ചു, ആ സത്യം ചെയ്തതിൽ നിന്ന് പിന്മാറി. അബൂബക്കർ റളിയല്ലാഹു അൻഹു, നോക്കൂ, ആർക്കും ദേഷ്യമുണ്ടാകുന്ന, ആരും പ്രതികരിച്ചു പോകുന്ന കാര്യമാണ് മകളെക്കുറിച്ച് ഒരാളിങ്ങനെ മോശമായി പറയുക എന്നത്. പക്ഷെ അള്ളാഹു ചോദിച്ചത് എന്താണ്? അലാ തുഹിബ്ബൂന യഗ്ഫിറ അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു എനിക്ക് പുറത്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പ് നൽകി, വിട്ടുവീഴ്ച ചെയ്തു. ഇത് ചിന്തിക്കുക, നീ ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നോ അങ്ങനെയായിരിക്കും നിനക്ക് അള്ളാഹു പ്രതിഫലം നൽകുക. നിന്നോടുള്ള റബ്ബിൻ്റെ ഇടപാട് നീ ജനങ്ങളോട് എങ്ങനെ ഇടപെടുന്നു അതിനനുസരിച്ചായിരിക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ റഹ്മാനാണ്, റഹീമാണ്, അവൻ റഹ്മത്തുള്ളവരെ ഇഷ്ടപ്പെടുന്നു, അവൻ തയ്യിബാണ്, അവൻ വിശിഷ്ടനാണ്, അവൻ വിശിഷ്ടമായ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു, അവൻ ഉദാരനാണ്, അവൻ ഉദാരത ഇഷ്ടപ്പെടുന്നു, അവൻ ഏറ്റവും അറിവുള്ളവനാണ്, അവൻ അറിവുള്ളവരെ ഇഷ്ടപ്പെടുന്നു, അവൻ ഭംഗിയുള്ളവൻ, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയാണ് റബ്ബ് അവൻ്റെ ശ്രേഷ്ഠമായ സിഫത്തുകളുടെ സൽഫലങ്ങൾ അവൻ്റെ പടപ്പുകളിൽ കാണുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതുപോലെ നിൻ്റെ പ്രവർത്തനം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും പ്രതിഫലം. 7 السابع أن يعلم أنه إذا اشتغلت نفسه بالانتقام وطلب المقابلة ضاع عليه زمانه وتفرق عليه قلبه وفاته من مصالحه ما لا يمكن استدراكه. ഒരാൾ തിരിച്ചറിയുക, പകരം വീട്ടാനും തിരിച്ചടിക്കാനും ഇങ്ങോട്ട് കിട്ടിയതുപോലെ അങ്ങോട്ട് കൊടുക്കാനും ഒക്കെ നിന്നാൽ നിൻ്റെ കാലം, നിൻ്റെ ജീവിതം അതിൽ തീർന്നു പോകും. കാരണം ഒരാൾ പക വീട്ടാൻ ചിന്തിച്ച് നടന്നാൽ അതിനുവേണ്ടി അവൻ പലതും തയ്യാറാക്കേണ്ടി വരും, പദ്ധതികൾ ഒരുക്കേണ്ടി വരും, ഇതുതന്നെ ചിന്തിച്ച് നടക്കേണ്ടി വരും. അവൻ ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ ചെലവഴിക്കേണ്ട നേരമാണ് ഈ പോകുന്നത്. ആയുസ് വളരെ കുറച്ചേ ഉള്ളൂ. വലഅല്ല ഹാദാ അഅ്ളമ അലൈഹി മിനൽ മുസീബത്തി അല്ലതി നാലത്ഹു മിൻ ജിഹതിഹിം. യഥാർത്ഥത്തിൽ ഈ മുസീബത്ത് നേരത്തെ ആളുകൾ ഉണ്ടാക്കിയ മുസീബത്തിനേക്കാൾ വലുതായിരിക്കും. ജനങ്ങൾ നിനക്ക് ഉണ്ടാക്കിയ ഉപദ്രവത്തിനേക്കാളും വലുതാണ്. നീ അവരോട് പകരം വീട്ടാൻ വേണ്ടി നടന്ന് അത് ചിന്തിച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞ് നിൻ്റെ സമയം, നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ, ആ മുസീബത്ത് ഇതിനേക്കാൾ വലുതാണ്. فإذا عفا وصفح فرغ قلبه وجسمه لمصالحه التي هي أهم عنده من الانتقام. എന്നാൽ നിൻ്റെ കൽബ് അത് ഒഴിഞ്ഞാൽ, ഇത്തരം ചിന്തകളിൽ നിന്ന് മുക്തമായാൽ, കൽബ് ഫ്രീ ആയി, നിൻ്റെ ശരീരം അത് ഒഴിഞ്ഞു. അപ്പം നിനക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന നിൻ്റെ മസ്ലഹത്തുകൾ, നിനക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൽബും ശരീരവും അതിനുവേണ്ടി ഒഴിച്ചിടാൻ നിനക്ക് സാധിക്കും. പകരം വീട്ടുന്നതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് എത്ര മഹത്തരമായ പാഠമാണിത്, എത്ര ഉപകാരപ്പെടുന്ന പാഠമാണിത്. 8ാമത്തെ കാര്യം,
أن انتقامه واستيفاءه وانتصاره لنفسه انتقامه لها. അവിടെ ഇതുപോലെ നേരത്തെ ഉള്ളതുപോലെ ചില പ്രിൻറ്റിംഗ് മിസ്റ്റേക്കുകൾ കാണാം. ഇന്തിഖാമുഹു ലഹ എന്നതാണ് അവിടെ ശരി. അന്ന ഇന്തിഖാമഹു വസ്തിഫാഅഹു വൻതിസാറഹു ലിനഫ്സിഹി ഇന്തിഖാമുഹു ലഹ. അതായത് സ്വന്തം നഫ്സിന് വേണ്ടി, അവനവൻ്റെ നഫ്സിന് വേണ്ടി, സ്വന്തത്തിനു വേണ്ടി ഒരാൾ പകരം വീട്ടിയാൽ, എനിക്ക് പകരം വീട്ടാനുള്ള അവകാശമുണ്ട്, എൻ്റെ ഹക്കാണ്, അത് ഞാൻ പൂർണ്ണമായും വാങ്ങി അടങ്ങൂ എന്ന് തീരുമാനിച്ചാൽ, സ്വന്തം നഫ്സിനെ ജയിപ്പിക്കാൻ, അതിനെ കൊണ്ട് മറ്റുള്ളതിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാൽ, നീ പകരം വീട്ടുന്നത് ആർക്ക് വേണ്ടിയാണ്? നിൻ്റെ നഫ്സിനു വേണ്ടിയാണ്. നഫ്സിനു വേണ്ടി. فإن رسول الله صلى الله عليه وسلم من انتقم لنفسه قط. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്വന്തം നഫ്സിനു വേണ്ടി പ്രതികാരം ചെയ്തിട്ടില്ല എന്ന് ഹദീസുകളിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഇമാം ബുഖാരി മറ്റും റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്വന്തം നഫ്സിനു വേണ്ടി പകരം വീട്ടിയിട്ടില്ല. അള്ളാഹുവിൻ്റെ ഹുർമാത്ത് ലംഘിക്കപ്പെട്ടാൽ, അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങൾ പിച്ച് ചീന്തപ്പെട്ടാൽ, ഫയൻതഖിമു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിക്രിയ നടപടി സ്വീകരിക്കും. കാരണം അത് റബ്ബിന് വേണ്ടിയാണ്, അവനവന് വേണ്ടിയില്ല. നബിയെ വ്യക്തിപരമായി ഉപദ്രവിച്ച ആളുകളെ അവരെ വിട്ടയക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും ചെയ്തതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതുവിലുള്ള രീതി. നബിയുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അധികം കാണുക അതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ നഫ്സിന് വേണ്ടി പ്രതികാരം ചെയ്തിട്ടില്ല. അതിനേക്കാൾ വലുതാണോ നിൻ്റെ നഫ്സ്? അതാണ് ഈ ചോദ്യം. ഫൈദാ കാന ഹാദാ ഖൈറ ഖൽഖില്ലാഹ് വഅക്രമഹും അലല്ലാഹ് ലം യൻതഖിം ലിനഫ്സിഹി. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ, അള്ളാഹുവിങ്കിൽ ഏറ്റവും വിലയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നഫ്സിന് വേണ്ടി പകരം വീട്ടിയില്ല എങ്കിൽ, മഅ അന്ന അദാഹു അദല്ലാഹ്, യഥാർത്ഥത്തിൽ നബി ആരെങ്കിലും ഉപദ്രവിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഉപദ്രവമാണ്. റബ്ബിനാർക്കും ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പടപ്പുകൾ ചെയ്യും. റബ്ബിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുക എന്നത്. വയതഅല്ലഖു ബിഹി ഹുഖൂഖുദ്ദീൻ, നബിയോടുള്ള ഉപദ്രവം അത് ദീനുമായി ബന്ധമുള്ള കാര്യമാണ്. ദീനിൻ്റെ ഹക്ക് കൂടിയാണ് അവിടെ പാലിക്കാതെ പോകുന്നത്. വനഫ്സു അഷ്റഫുൽ അൻഫുസി വഅസ്കാഹ വഅബറുഹ, നബിയുടെ നഫ്സാകട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഫ്സാകട്ടെ, നബിയുടെ മനസ്സാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വമാകട്ടെ, അത് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും പരിശുദ്ധവും ഏറ്റവും നന്മ നിറഞ്ഞതുമാണ്. വഅബ്അദുഹ മിൻ കുല്ലി ഖുലുഖിൻ മദ്മൂം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു വിധത്തിലുള്ള മോശമായ സ്വഭാവവുമില്ല, ഒരു മോശമായ സംസ്കാരവും നബിക്കില്ല. വഅഹഖുഹ ബികുല്ലി ഖുലുഖിൻ ജമീൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മനോഹരമായ സ്വഭാവ സവിശേഷതകളുള്ളവരായിരുന്നു. വമഅ ഹാദാ ഫലം യകുൻ യൻതഖിമു ലഹാ, ഇതാണ് നബിയുടെ നഫ്സ് എന്നിരിക്കെ നബി ആ നഫ്സിന് വേണ്ടി പകരം വീട്ടിയിട്ടില്ല എന്നാണ്. ഫകൈഫ യൻതഖിമു അഹദുനാ ലിനഫ്സിഹി, പിന്നെ എങ്ങനെയാണ് നമ്മളിലൊരാൾ അവനവൻ്റെ നഫ്സിനു വേണ്ടി പ്രതികാരം ചെയ്യുക? അല്ലത്തി ഹുവ അഅലമു ബിഹാ വബിമാ ഫീഹാ മിന ശുറൂരി വൽ ഉയൂബ്, നമുക്കാകട്ടെ നമ്മുടെ നഫ്സിനെ നന്നായി അറിയാം, എന്തെല്ലാം തിന്മകളാണ് അതിലുള്ളത്, എന്തെല്ലാം കുറവുകളാണ് അതിലുള്ളത്. ബൽ റജുലുൽ ആരിഫു ലാ തുസാവി നഫ്സുഹു ഇൻദഹു അൻ യൻതഖിമ ലഹാ, വിവരമുള്ള, അവനവനെക്കുറിച്ചും റബ്ബിനെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുള്ള, ദീനറിഞ്ഞിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നഫ്സ് അതിനുവേണ്ടി പകരം വീട്ടാനുള്ള യോഗ്യതയില്ലാത്തതാണ് എന്നവൻ ഉറപ്പായും തിരിച്ചറിയും. വലാ ഖദറ ലഹാ ഇൻദഹു യൂജിബു അലൈഹി ഇന്തിസാറഹു ലഹാ, അതിനുവേണ്ടി പകരം വീട്ടാനുള്ള വില, അതിനുവേണ്ടി തിരിച്ചടിക്കാനുള്ള വില സ്വന്തം നഫ്സിനില്ല, അവനവനില്ല എന്ന് ബുദ്ധിയുള്ള ഒരാൾ തീർച്ചയായും തിരിച്ചറിയും. അപ്പോൾ ചിന്തിക്കുക, എന്താണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം? നീ പകരം വീട്ടാൻ ശ്രമിച്ചാൽ നീ നിൻ്റെ നഫ്സിന് വേണ്ടിയാണ് പകരം വീട്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നഫ്സിന് വേണ്ടി പകരം വീട്ടിയിട്ടില്ല. നബിയുടെ നഫ്സാകട്ടെ, നബിയുടെ മനസ്സാകട്ടെ, നബിയുടെ വ്യക്തിത്വമാകട്ടെ ഏറ്റവും ശ്രേഷ്ഠവും അള്ളാഹുവിൽ ഏറ്റവും വിലയുള്ളതും ഏറ്റവും പുണ്യം നിറഞ്ഞതുമാണ്. നബിയോടുള്ള ഉപദ്രവം, ദീനിനോടുള്ള ഉപദ്രവം അള്ളാഹുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കലുമാണ്. എന്നിരിക്കെ നബി പകരം വീട്ടിയിട്ടില്ല എങ്കിൽ നീ ആരാണ്? നിൻ്റെ നഫ്സിന് എന്ത് വിലയാണുള്ളത്? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. 9 إن أوذي على ما فعله لله أو على ما أمر به من طاعته ونهي عنه من معصيته وجب عليه الصبر ولم يكن له الانتقام فإنه قد أوذي في الله فأجره على الله.
ഇനി നിനക്ക് ഏറ്റവും ഉപദ്രവം, ആരെങ്കിലും നിന്നെ ദ്രോഹിച്ചത്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദ്രോഹിച്ചത്, നീ അള്ളാഹുവിന് വേണ്ടി ചെയ്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് എങ്കിൽ, അത് കാരണത്താലാണ് എങ്കിൽ, നീ റബ്ബിന് വേണ്ടി ഒരു കാര്യം ചെയ്തു, അതിനാണ് ജനങ്ങൾ നിന്നെ ഉപദ്രവിച്ചത്. ഒന്നുകിൽ അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം നീ അനുസരിച്ചു, അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയ ഒരു തിന്മ നീ ഒഴിവാക്കി, അതിനു വേണ്ടിയാണ് നീ ഉപദ്രവിക്കപ്പെട്ടത് എങ്കിൽ സബർ വാജിബാണ്, നിർബന്ധമാണ്, പ്രതികാരം ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? അള്ളാഹുവിന് വേണ്ടി ഉപദ്രവിക്കപ്പെട്ടോ പ്രതിഫലം അള്ളാഹു ഏറ്റിരിക്കുന്നു, റബ്ബ് ബാധ്യതയായി ഏറ്റിരിക്കുന്നു. വലിഹാദ ലമ്മാ കാന المجاهدون في سبيل الله ذهبت دماؤهم وأموالهم في الله لم تكن مضمونة فإن الله اشترى منهم أنفسهم وأموالهم فالثمن على الله لا على الخلق فمن طلب الثمن منهم لم يكن له على الله ثمن فإن من كان في الله تلفه كان على الله خلفه. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിയ, റബ്ബിൻ്റെ സബീലിൽ യുദ്ധം ചെയ്ത ആളുകൾ അവരുടെ സമ്പത്തോ സന്താനമോ സ്വശരീരമോ, അവരുടെ സമ്പത്തോ സ്വദേഹമോ, അവരുടെ രക്തമോ സമ്പത്തോ കാത്തുകൊള്ളാം, ദുനിയാവിൽ അതിനൊന്നും സംഭവിക്കില്ല എന്ന് അള്ളാഹു അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. മറിച്ച് അള്ളാഹു എന്താണ് ചെയ്തത്? അള്ളാഹു അവരിൽ നിന്ന് അവരുടെ സ്വദേഹങ്ങളെയും സമ്പത്തിനെ വിലക്ക് വാങ്ങി എന്നാണ് അള്ളാഹു പറഞ്ഞത്. അവരുടെ പ്രതിഫലം അള്ളാഹുവിങ്കിലാണ്. ആളുകളിൽ നിന്ന് ആ പ്രതിഫലം പ്രതീക്ഷിച്ചോ അവൻ അള്ളാഹുവിങ്കിൽ പ്രതിഫലമില്ല. റബ്ബിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നഷ്ടമായാൽ അള്ളാഹു അതിന് പകരം നൽകും. فإنه من كان في الله تلفه كان على الله خلفه. അള്ളാഹുവിന് വേണ്ടി നഷ്ടമായോ പകരം നൽകുമെന്നത് അള്ളാഹു ബാധ്യതയായി ഏറ്റ കാര്യമാണ്. وإن كان قد أوذي على مصيبة فليرجع باللوم على نفسه. ഇനി ഒരു മുസീബത്ത് ഉണ്ടായാൽ അവൻ സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുക, സ്വന്തത്തെ കുറ്റപ്പെടുത്തുക, അവനവൻ്റെ തിന്മ കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ചിന്തിക്കുക. വയക്കൂനു ഫീ ലൗമിഹി ലഹ ശുഗ്ലുൻ അൻ ലൗമിഹി ലിമൻ ആദാ. അവനവൻ്റെ തിന്മകളെക്കുറിച്ച് ചിന്തിച്ചാൽ, ഉപദ്രവിച്ചവരുടെ തിന്മയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നേരം കളയാതിരിക്കാൻ അത് സഹായിക്കും. ഇനിയോ, അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് സബർ വാജിബാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് സബർ വാജിബാണ്. കാരണം അള്ളാഹുവിന് വേണ്ടി നഷ്ടപ്പെട്ടത് അള്ളാഹു പകരം നൽകും. ഇനി നോക്കൂ, അതല്ല, സ്വന്തം തിന്മകളെക്കുറിച്ച് നീ ആലോചിച്ചാൽ നീ മറ്റുള്ളവരുടെ അവരെക്കുറിച്ച് ആലോചിച്ച് സമയം കളയുന്നതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. ഇനി അതല്ല, വഇൻ കാന ഖദ് ഊദിയ അലാ ഹദ്ദിൻ ഫലിവത്തി നഫ്സഹു അലാ സബ്ർ. ഇനി അതല്ല, ദുനിയാവിൽ നിന്റെ താല്പര്യങ്ങൾ വല്ലതും നേടിയെടുക്കുന്നതിൽ അതിനുവേണ്ടി ആ കാര്യത്തിലാണ് ഉപദ്രവം ഉണ്ടായത് എങ്കിൽ അതിനുവേണ്ടി ക്ഷമിക്കാൻ നീ നിന്നെ പരുവപ്പെടുത്തി ഒരുക്കി വെക്കുക എന്നതാണ് വഴി. فإن نيل الحظوظ دونه أمر أمر من الصبر فمن لم يصبر على حر الهواجر والأمطار والثلوج ومشقة الأسفار ولصوص الطريق وإلا فلا حاجة له في المتاجر. നിങ്ങൾ നോക്കൂ, ഒരാളൊരു കച്ചവടം ചെയ്യുകയാണ്, അതിൽ ലാഭമുണ്ടാക്കണം അവന്. പക്ഷേ അവൻ അതിനുവേണ്ടി വെയിൽ കൊള്ളാനോ മഴയേൽക്കാനോ തണുപ്പനുഭവിക്കാനോ യാത്രയുടെ പ്രയാസങ്ങൾ സഹിക്കാനോ വഴിയിൽ അവനെ കൊള്ളയടിക്കാൻ നിൽക്കുന്ന ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക, അതിന് ഉള്ള പോംവഴികൾ അന്വേഷിക്കുക. ഇതൊന്നിനും ഒരാൾ തയ്യാറല്ല എങ്കിൽ അവനെ കച്ചവടത്തിന് കൊള്ളുകയില്ല. ആ സബർ അതിനവൻ സ്വന്തത്തെ ഒരുക്കിയേ തീരൂ. വഹാദ അംറുൻ മഅലൂമുൻ ഇൻദ الناس. ഇത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അന്ന മൻ സദഖ ഫി തലബി ശൈഇൻ മിനൽ അഷ്യാ ബദല മിന الصبر في تحصيله بقدر صدقه في طلبه. ഒരാൾ ഒരു കാര്യം നേടിയെടുക്കാൻ അവൻ്റെ ആഗ്രഹം അത് സത്യസന്ധമായ ആഗ്രഹമാണ് എങ്കിൽ അത് കിട്ടാൻ അവൻ ക്ഷമിക്കും. ആ ക്ഷമ അനുസരിച്ചായിരിക്കും അവനത് കിട്ടുക, ആ ക്ഷമക്കനുസരിച്ചായിരിക്കും അവനത് കിട്ടുക. ഇത് വളരെ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിനക്ക് വല്ലതും നേടണോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ ക്ഷമിച്ചേ പറ്റൂ. അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടണോ, അതിനെ നീ ക്ഷമിച്ചേ പറ്റുകയുള്ളൂ. 10. يشهد معية الله معه إذا صبر ومحبة الله له إذا صبر ورضاه. ومن كان الله معه دفع عنه أنواع الأذى والمضرات ما لا يدفعه عنه أحد من خلقه.
قال تعالى واصبروا إن الله مع الصابرين وقال تعالى والله يحب الصابرين. അള്ളാഹുവിൻ്റെ മഅയ്യത്ത് ഓർക്കുക. എന്താണ് അള്ളാഹുവിൻ്റെ മഅയ്യ? അള്ളാഹു കൂടെ ഉണ്ടാവുക എന്ന്. അള്ളാഹുവിൻ്റെ മഅയ്യത്ത് രണ്ട് ഇനമുണ്ട്. ഒന്ന് മഅയ്യ ആമ്മ, രണ്ടാമത്തേത് മഅയ്യ ഖാസ്സ. അള്ളാഹു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പടപ്പുകളുടെ മുഴുവൻ കൂടെ അവനുണ്ട് ഒരർത്ഥത്തിൽ. അതേതർത്ഥത്തിലാണ്? അവൻ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അവരെപ്പോഴും എന്തും ചെയ്യാൻ അവന് സാധിക്കും, അവൻ അവരെ വലയം ചെയ്തിരിക്കുന്നു, അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലാണ് എന്നതിനോടൊപ്പം തന്നെ. രണ്ടാമത്തേത് മഅയ്യ ഖാസ്സ, പ്രത്യേകമായൊരു മഅയ്യത്താണ്. പ്രത്യേകമായി അള്ളാഹു കൂടെ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പടപ്പുകൾക്ക് എല്ലാവരുടെയും കൂടെ അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ ഒപ്പം അള്ളാഹു ചിലരെ സഹായിച്ചുകൊണ്ട്, അവരെ പിന്തുണച്ചുകൊണ്ട്, അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ കൂടെ ഉണ്ട്. ഇതാണ് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന മഅയ്യ. അള്ളാഹു മുഅ്മിനീങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇത് ക്ഷമാശീലർക്കുണ്ട്. കാരണം അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞ എന്താണ്? വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയുണ്ട്. അതോർക്കുക. അള്ളാഹു ക്ഷമിച്ചവർക്ക്, മാപ്പ് നൽകിയവർക്ക് അവർക്കവൻ്റെ സ്നേഹം നൽകും എന്നതോർക്കുക. അള്ളാഹു ഉപദ്രവങ്ങളും അതുപോലെ ബുദ്ധിമുട്ടുകളും അവരിൽ നിന്ന് തടുക്കും. ഒരാൾക്കും തടുക്കാൻ സാധിക്കാത്ത അള്ളാഹു തടുക്കും നിനക്ക് വേണ്ടി. നീ എന്ത് ചെയ്യുക? അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക. അള്ളാഹു നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ക്ഷമിക്കുക എന്നത് ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ തടുക്കാൻ, അള്ളാഹു നിനക്ക് വേണ്ടി പ്രതിരോധമൊരുക്കാൻ കാരണമാകും. വളരെ പ്രധാനപ്പെട്ട പാഠമാണിത്. അള്ളാഹു മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമാശീലരുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മഅയ്യത്ത്, അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ പിന്തുണയും അവൻ്റെ സംരക്ഷണവുമുണ്ട് എന്നാണ്. അതുകൊണ്ട് ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ കാക്കാൻ ഒരു പടപ്പിനും കാക്കാൻ സാധിക്കുകയില്ല. അതിനുവേണ്ടി നീ ക്ഷമിക്കുക. അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹു യുഹിബ്ബു സ്സാബിരീൻ. 11 الحادي عشر أن يشهد أن الصبر نصف الإيمان فلا يبدل من إيمانه جزاء في نصرة نفسه فإذا صبر فقد أحرز إيمانه وصانه من النقص والله يدفع عن الذين آمنوا. സബർ, ക്ഷമ എന്നത് ഈമാനിൻ്റെ പകുതിയാണ്. ഈമാനിൻ്റെ പകുതിയാണ്. ആ ഈമാൻ നീ പകരം കൊടുത്ത് നീ സ്വന്തത്തിനു വേണ്ടി പകരം വീട്ടുക എന്നതെങ്ങനെ ശരിയാകും? ഈ പകരത്തിന് പകരം ചെയ്യുമ്പോൾ നീ നഷ്ടപ്പെടുത്തി കളയുന്ന ഈമാനിൻ്റെ ഒരു ഭാഗമാണല്ലോ. കാരണം സബർ അത് ഈമാനിൻ്റെ പകുതിയാണ്. ക്ഷമിച്ചാൽ ഫഖദ് അഹ്റസ ഈമാന, ഈമാൻ ഒന്നും പോയി പോകാതെ അവൻ സംരക്ഷിച്ചു നിർത്തി. ക്ഷമിച്ചവൻ ഈമാനിനെ പൂർണ്ണമായും സംരക്ഷിച്ചു നിർത്തി, ഒന്നും പോയില്ല. പകരം വീട്ടിയാലോ ക്ഷമ പോയി. ക്ഷമ പോകുമ്പോൾ പോകുന്നത് പകുതി ഈമാനാണ്. വസാനഹു മിനൻ നഖ്സ്, ഈമാൻ പോയി പോകാതെ ഒരുവന് സംരക്ഷിക്കാൻ ക്ഷമിച്ചാൽ സാധിക്കും. വല്ലാഹു യദ്ഫഉ അനിൽ ലദീന ആമനു, അള്ളാഹു ആകട്ടെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രതിരോധമൊരുക്കും. ആ വാക്ക് നോക്കി, ഈമാനുള്ളവർക്ക് പ്രതിരോധമൊരുക്കാൻ അള്ളാഹു ഉണ്ട്. ക്ഷമിക്കുമ്പോഴാണ് നീ ഈമാനുള്ളവനാകുന്നത്, പൂർണ്ണമായി ഈമാനുള്ളവനാകുന്നത്. നിനക്ക് വേണ്ടി അള്ളാഹു പ്രതിരോധം തീർക്കും. ക്ഷമിക്കാതിരുന്നാൽ നിൻ്റെ ഈമാൻ്റെ ഒരു ഭാഗമാണ് നീ നഷ്ടപ്പെടുത്തി കളയുന്നത്. കാരണം സബർ അത് നിസ്ഫുൽ ഈമാനാണ്, ഈമാനിൻ്റെ പകുതിയാണ്. ഇത് ഓർക്കുക. 12 الثاني عشر أن يشهد أن صبره حكم منه على نفسه وقهر لها وغلبة لها فمتى كانت النفس مقهورة معه مغلوبة لم تطمع في استرقاقه وأسره وإلقائه في المهالك. ക്ഷമിച്ചാൽ നീ ചെയ്യുന്നത് നിൻ്റെ നഫ്സിനെ മെരിക്കുകയാണ്, അതിനെ നീ പിടിച്ചു കെട്ടുകയാണ്. നഫ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിനെ നീ പിടിച്ചു കെട്ടിയാൽ, അതിനെ മെരുക്കി നിർത്തിയാൽ അത് നിന്നെ പിടിച്ച് അതിൻ്റെ അടിമയാക്കാൻ ശ്രമിക്കുകയില്ല, നിന്നെ നാശത്തിലേക്ക് തള്ളിവിടുകയില്ല. എന്നാൽ നേരെ തിരിച്ചായാലോ, ومتى كان مطيعا لها سامعا منها مقهورا معها, നിന്റെ നഫ്സ്, നിന്റെ മനസ്സ്, നിന്റെ ദേഹേച്ഛകൾ അതിനെ നീ അനുസരിച്ചാൽ നഫ്സ് നിന്നെ കീഴ്പ്പെടുത്തും. ലം തസൽ ബിഹി ഹത്ത തുഹ്ലിക, നിന്നെ അത് നശിപ്പിക്കും. ഔ തതദാറകഹു റഹ്മത്തു മിർ റബ്ബിഹ്, അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയില്ല എങ്കിൽ സ്വന്തം മനസ്സിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പോയവനെ നഫ്സ് നശിപ്പിക്കും, കീഴ്പ്പെടുത്തും, അടിമയാക്കും. فلو لم يكن في الصبر إلا قهره لنفسه ولشيطانه فحينئذ يظهر سلطان القلب وتثبت جنوده
വയഫ്റഹു വയഖ്വ വയത്റുദുൽ അദുവ മിൻ. ഇത് മാത്രം മതി യഥാർത്ഥത്തിൽ ക്ഷമയുടെ ശ്രേഷ്ഠതയായി. കാരണം നീ അതിലൂടെ നിൻ്റെ നഫ്സിനെ പിടിച്ചു കെട്ടുക, നിൻ്റെ മനസ്സിനെ നീ മെരിക്കുകയാണ്. അങ്ങനെ മെരിക്കിയാൽ അതുപോലെ നിൻ്റെ കൂടെയുള്ള പിശാചിനെ നീ അനുസരിക്കാതെ അതിനെ നീ പരാജയപ്പെടുത്തിയാൽ അപ്പോഴാണ് നിൻ്റെ ഹൃദയം ശക്തമാവുക. ഖൽബിൻ്റെ സൈന്യമുണ്ട്. ഇബ്നുൽ ഖയ്യിം പല സന്ദർഭങ്ങൾ പറഞ്ഞതുപോലെ ഖൽബിൻ്റെ സൈന്യവും അതുപോലെ ദേഹേച്ഛകളുടെ സൈന്യവും തമ്മിൽ പോരാട്ടത്തിലാണ്. ഇച്ഛകൾ, വികാരങ്ങൾ അതിന് പ്രാമുഖ്യം കൊടുക്കുക, ബുദ്ധിക്ക് പ്രാമുഖ്യം കൊടുക്കാതിരിക്കുക. മനുഷ്യൻ എപ്പോഴും ഈ രണ്ട് ചിന്തകളുടെ നടുവിലായിരിക്കും. ബുദ്ധിയും നീ പഠിച്ച ദീനും നിന്നോട് പറയുന്ന കാര്യങ്ങളുണ്ട് നിൻ്റെ മനസ്സിൽ, അതോടൊപ്പം നിൻ്റെ ദേഹേച്ഛ മനസ്സിൻ്റെ പ്രേരണകൾ ഇത് മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ഇത് രണ്ടും തമ്മിലുള്ള പോരാട്ടത്തിലായിരിക്കും എപ്പോഴും മനുഷ്യൻ. നിൻ്റെ ഉള്ളിൽ ഈ പോരാട്ടം അത് നടന്നുകൊണ്ടിരിക്കും. നഫ്സിനെ നീ ഒതുക്കാതെ, നീ എന്തെല്ലാം വൈകാരികമായ കാര്യങ്ങൾ എതിരായി വന്നാലും പഠിച്ച ദീനും നേർബുദ്ധിയും അതിനെപ്പോഴും മുൻതൂക്കം കൊടുത്ത് ഇതിനെ പരാജയപ്പെടുത്തിയാൽ അപ്പോഴാണ് ഹൃദയത്തിൻ്റെ സൈന്യം ശക്തമാവുക. അതിന് യഥാർത്ഥ സന്തോഷവും ശക്തിയും വരിക. യഥാർത്ഥത്തിലുള്ള നിൻ്റെ ശത്രു പിശാച് ഓടി അകലുക അപ്പോഴാണ്. എന്താണ് ഈ പറഞ്ഞത്? ക്ഷമിക്കുമ്പോൾ നീ നിൻ്റെ നഫ്സിനെ പിടിച്ചു കെട്ടുന്നു, നഫ്സിനെ കീഴ്പ്പെടുത്തും. നഫ്സിനെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ നഫ്സിനെ കീഴ്പ്പെടുത്തും, ഉറപ്പാണ്. അതിനനുസരിച്ചാൽ അത് നിന്നെ അതിൻ്റെ അടിമയാക്കും. നിൻ്റെ മനസ്സ് നിന്നെ അതിൻ്റെ അടിമയാക്കി തീർക്കും. അതിനെ നീ പിടിച്ചു കെട്ടിയാൽ, അതിന് ചോദിക്കുന്നതൊക്കെ കൊടുക്കുക എന്നതിന് നിൽക്കാതിരുന്നാൽ അപ്പോഴാണത് നിന്നെ അനുസരിക്കുക. അതിനനുസരിച്ച് അത് നിന്നെ നശിപ്പിക്കും. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിച്ചില്ല എങ്കിൽ. 13 أن يعلم أنه إن صبر فالله ناصره ولا بد فالله وكيل من صبر وأحال ظالمه على الله ومن انتصر لنفسه وكله الله إلى نفسه فكان هو الناصر لها فأين من ناصره الله خير الناصرين إلى من ناصره نفسه أعجز الناصرين وأضعفه. അള്ളാഹു ക്ഷമിക്കുന്നവൻ്റെ സഹായിയായുണ്ട്, യാതൊരു സംശയവുമില്ല. ക്ഷമിച്ചവനെ സഹായിക്കുമെന്നത് അള്ളാഹു ഏറ്റിട്ടുള്ള കാര്യമാണ്. അവനെ ആക്രമിച്ചവൻ്റെ കാര്യം അള്ളാഹുവിന് അവൻ വിട്ടുകൊടുത്താൽ അവൻ സഹായിയായി സ്വീകരിച്ചത് ആരാണ്? അള്ളാഹുവിനെയാണ്. എന്നാൽ പകരം വീട്ടാൻ സ്വയം ഒരുങ്ങിയാൽ പിന്നെ അവനെ സഹായിക്കാൻ ആരാണുള്ളത്? അവൻ്റെ നഫ്സാണുള്ളത്. ആരാണ് നല്ല സഹായി? അള്ളാഹുവാണോ? ഏറ്റവും നല്ല സഹായിയായ റബ്ബാണോ? അതല്ല, ഒന്നിനും കൊള്ളാത്ത, ഒരു ശക്തിയുമില്ലാത്ത നിൻ്റെ നഫ്സാണോ? അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അള്ളാഹുവാണ് നിൻ്റെ സഹായി. നീ പകരം വീട്ടാൻ തീരുമാനിച്ചാൽ നിൻ്റെ നഫ്സ്, ഒന്നിനും കൊള്ളാത്ത നീ മാത്രമാണ് നിൻ്റെ സഹായിയാവുള്ളത്. ഇത് ഓർക്കുക, ഇത് പഠിക്കുക. ക്ഷമിച്ചാൽ എൻ്റെ കൂടെ അള്ളാഹുണ്ട്, അവൻ എന്നെ സഹായിക്കും എന്ന് ചിന്തിക്കുക. 14 أن صبره على من آذاه واحتماله له يوجب رجوع خصمه عن ظلمه وندامته واعتذاره ولوم الناس له فيعود بعد إيذائه له مستحيا منه نادما على ما فعله بل يصير مواليا له. ക്ഷമിച്ചാലുള്ള ശ്രേഷ്ഠമായ പ്രതിഫലങ്ങളിലൊന്നാണ്, അതിൻ്റെ സൽഫലങ്ങളിലൊന്നാണ് ഉപദ്രവകാരികൾ പലപ്പോഴും ആ ഉപദ്രവത്തിൽ ക്ഷമിച്ചവൻ്റെ മുന്നിൽ തോറ്റുപോകും. ഉപദ്രവം അവൻ അവസാനിപ്പിക്കാൻ, അവൻ ലജ്ജിക്കാൻ എന്നു മാത്രമല്ല, താൻ ആരെ ഉപദ്രവിച്ചോ അവൻ്റെ മിത്രമായി തീരാൻ ക്ഷമ കാരണമാകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കിത് ധാരാളമായി കാണാം. കാരണം ഞാൻ അവനെ ഉപദ്രവിക്കുന്നു, പക്ഷെ അവനൊന്നും തിരിച്ചു ചെയ്യുന്നില്ല, എപ്പോഴും അവൻ ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഉപദ്രവകാരി നന്നാകാൻ വഴിയൊരുക്കും. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി നല്ലവനാണ്. അള്ളാഹു അവനെ പടച്ചത് ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്. അതുകൊണ്ട് ഉപദ്രവകാരികൾ ഇങ്ങോട്ട് നന്മ കണ്ടാൽ അവൻ അത് മാറ്റി നന്മയിലേക്ക് മടങ്ങുക എന്നതാണ് പൊതുവെ കാണുക. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ 3 ഇടങ്ങളിൽ ജനങ്ങൾ ഉപദ്രവങ്ങൾ അത് നന്മ കൊണ്ട് നേരിടാനും പിശാചിൻ്റെ ഉപദ്രവത്തെ അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് നേരിടാനും പറഞ്ഞു. ഖുർആനിൽ 3 ഇടത്ത് നമുക്ക് കാണാം. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, കാരണം മനുഷ്യൻ്റെ അടിസ്ഥാനം നന്മയാണ്. അതുകൊണ്ട് അവൻ ഉപദ്രവിച്ചിട്ടും ഇങ്ങോട്ട് നന്മയാണ് ചെയ്യുന്നത് എന്ന് കണ്ടാൽ ആ ഉപദ്രവം ഒഴിവാക്കി നല്ലവനായി തീരാൻ അത് കാരണമാകും. എന്നാൽ ശൈത്താനോ, നീ അവന് നന്മ ചെയ്തത് കൊണ്ട് അവൻ നന്നാവുകയില്ല, അവൻ നിന്നെ നശിപ്പിക്കാൻ
തീരുമാനിച്ചിറങ്ങിയവനാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഈ പ്രകൃതത്തിലേക്ക് അവൻ മടങ്ങാൻ കാരണമാകും എന്നതുകൊണ്ട് നീ ക്ഷമിക്കുക. അങ്ങനെ ക്ഷമിച്ചാൽ ഒടുവിൽ അവൻ നിൻ്റെ മിത്രമായി തീരുന്നത് നിനക്ക് കാണാം. അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, ഇദ്ഫഅ ബില്ലതി ഹി അഹ്സൻ, നീ ഏറ്റവും നന്മ കൊണ്ട് ഏറ്റവും നല്ലതുകൊണ്ട് നേരിടുക തിന്മയെ. ഫഇദല്ലദി ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം, അപ്പോൾ നീയും ആരുമായിട്ടാണോ ശത്രുത ഉണ്ടായിരുന്നത് അവൻ ഉറ്റമിത്രമാകുന്നത് നിന്റെ സഹായിയായി തീരുന്നത് നിനക്ക് കാണാം. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, ക്ഷമിച്ചവർക്കല്ലാതെ ഇത് സാധിക്കുകയില്ല. വമാ യുലഖാഹ ഇല്ലാ ദു ഹള്ളിൻ അളീം, വലിയ ഭാഗ്യമുള്ളവർക്കല്ലാതെ ഇത് സാധിക്കുകയില്ല. അപ്പോൾ നോക്കൂ, എന്താണ് 14ാമത്തെ പാഠം? ക്ഷമയുടെ ഈ സൽഫലം ഓർക്കുക. ക്ഷമിച്ചാൽ ആരാണോ നിന്നെ ഉപദ്രവിക്കാറുണ്ടായിരുന്നത് അവനത് അവസാനിപ്പിച്ച് ലജ്ജിച്ച് നിൻ്റെ സഹായവും ഏറ്റവും നല്ല മിത്രവുമായി തീരുന്നതിലേക്ക് അത് വഴിയൊരുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാം, ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ വന്നിട്ടുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതജിദൂന മിൻ ഖൈരിൻ നാസി ഫീ ഹാദൽ അംരി അക്റഹുഹും ലഹ്, ഈ കാര്യത്തിൽ ഈ അമറിൽ ഏറ്റവും നല്ലവരുടെ കൂട്ടത്തിൽ നിനക്ക് കാണാം ഇതിനെ ഏറ്റവും വെറുത്തവരെ. ആ ഹദീസിന് 2 പ്രധാനപ്പെട്ട വിശദീകരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഇസ്ലാമിൻ്റെ കടുത്ത വിരോധികളായിരുന്നവർ പിന്നെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവരെന്തായി തീർന്നിട്ടുണ്ട്? ഇസ്ലാമിൻ്റെ ഏറ്റവും ശക്തരായ അനുയായികളായി തീർന്നിട്ടുണ്ട്. ആരെപ്പോലെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ പോലെ, അതുപോലെ ഖാലിദ് ബിൻ വലീദ്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ, ഇവരെപ്പോലെയുള്ള സഹാബിമാർ നേരത്തെ ഇസ്ലാമിനോടുള്ള കടുത്ത ശത്രുതയ്ക്ക് അറിയപ്പെട്ടവരാണ്. ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവർ ഇസ്ലാമിൻ്റെ ഏറ്റവും ശക്തരായ സഹായികളായി തീർന്നു. അതാണ് അതിൻ്റെ ഒരു വിശദീകരണം, ഹദീസിൻ്റെ ഒരു വിശദീകരണം. മറ്റൊരു വിശദീകരണം, ഇവിടെ അൽ അമുർ എന്നതുകൊണ്ട് ഉദ്ദേശം ഭരണാധികാരമാണ്. ഭരണാധികാരത്തോട് തീരെ താല്പര്യമില്ലാത്തവർ അതിലേക്ക് വന്നാൽ അത് ഏറ്റവും നന്നായി ചെയ്യുന്നവരായി കാണാം എന്നാണ് അതിൻ്റെ വിശദീകരണം എന്നും പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തെന്നായാലും നോക്കൂ നിങ്ങൾ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, അതായത് നിന്നെ ഉപദ്രവിച്ചവൻ നിൻ്റെ അടുത്ത മിത്രമായി മാറുന്നത് നിനക്ക് കാണാം എന്നത് ഇതിൻ്റെ വേറൊരു രൂപമാണ്. കാരണം അവൻ ശത്രുവായിരുന്നു, പക്ഷെ അവൻ പിന്നെ ആയിത്തീർന്നത് കേവലം ഒരു കൂട്ടുകാരനല്ല, മറിച്ച് ഏറ്റവും അടുത്ത വലി ഹമീം എന്നാണ് അള്ളാഹു പറയുന്നത്. അടുത്ത കൂട്ടുകാരൻ, അടുത്ത സഹായി, അങ്ങനെയുള്ള മിത്രമായി തീരും. ഇത് നയിക്കുന്നത്, ഇതിലേക്ക് എത്തിക്കുന്നത് എന്താണ്? ഈ ഉപദ്രവിക്കപ്പെട്ടവൻ്റെ നന്മയാണ്, അവൻ്റെ ക്ഷമയാണ് ഇതിലേക്ക് എത്തിച്ചത്, അവൻ്റെ സബറാണ് ഇതിലേക്ക് എത്തിച്ചത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് ഇത് ധാരാളമായി കാണാം. 15 ربما كان انتقامه ومقابلته سببا لزيادة شر خصمه. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. വളരെ എത്ര ചിന്തിച്ചാലാണിത് മതിയാവുക. നീ പകരം വീട്ടിയാൽ, തിരിച്ചടിച്ചാൽ അത് ചിലപ്പോൾ നിൻ്റെ എതിരാളിയുടെ ഷർറ്, അവനെ കൊണ്ടുള്ള ഉപദ്രവം 10 മടങ്ങ് വർദ്ധിക്കാനാണ് അത് കാരണമാവുക. തിരിച്ചടിച്ചാൽ, പകരം വിട്ടിയാൽ പിന്നെ ഷർറ് വളരെ വർദ്ധിച്ചേക്കും. വഖൂവത്തി നഫ്സ്, അവൻ്റെ മനസ്സ് അത് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുക. വഫിക്റതിഹി ഫി അൻവാഇൽ അദല്ലതി യുസിലുഹാ ഇലൈഹി, എങ്ങനെയെല്ലാം ഇവനെ ഉപദ്രവിക്കണം എന്നായിരിക്കും പിന്നെ അവൻ ചിന്തിച്ചടക്കുക നീ തിരിച്ചടിച്ചാൽ. കമാ ഹുവൽ മുശാഹദ്, ഇത് നമുക്കൊക്കെ അറിയാവുന്ന യാഥാർത്ഥ്യമാണ്, എത്രയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഫഇദാ സബറ വഅഫാ ആമിന മിൻ ഹാദ ദറർ, നീ ക്ഷമിച്ചാൽ, മാപ്പെടുത്താൽ, ഈ ഉപദ്രവം അതിൽ നിന്ന് നീ രക്ഷപ്പെട്ടിരിക്കുന്നു, ഈ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. വൽ ആഖിലു ലാ യഖ്താറു അഅദമ ദററൈനി ബിദഫഇ അദ്നാഹുമാ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെറിയൊരു ഉപദ്രവം തടുത്തിട്ട് ഒരു തിരിച്ചടി കൊടുത്തു, എന്നിട്ട് അതിനേക്കാൾ വലുത് ഇങ്ങോട്ട് വാങ്ങുക എന്നതൊരിക്കലും ബുദ്ധിയുള്ള ഒരാൾ സ്വീകരിക്കുന്ന രീതിയല്ല. വക്കം, ഈ വാക്ക് സുബ്ഹാനല്ലാഹ്, ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മനോഹരമായ വാക്കാണ്. وكم قد جلب الانتقام والمقابلة من شر عجز صاحبه عن دفعه وكم قد ذهبت نفوس ورئاسات وأموال لو عفى المظلوم لبقيت عليه. لا إله إلا الله. പ്രതികാരവും തിരിച്ചടിയും എത്ര ഉപദ്രവങ്ങളാണ് വരുത്തി വച്ചിട്ടുള്ളത്, തടുക്കാനാകാത്ത ഉപദ്രവങ്ങൾ. എത്ര ആളുകൾ കൊല്ലപ്പെട്ടു, എത്ര അധികാര കസേരകൾ മറിച്ചിടപ്പെട്ടു, എത്ര സമ്പത്ത് നശിപ്പിക്കപ്പെട്ടു,
ഇവൻ തിരിച്ചടിക്കാതെ ഒരു ഉപദ്രവം ഉണ്ടായപ്പോൾ തിരിച്ചടിക്കാതിരുന്നിരുന്നെങ്കിൽ അതൊക്കെ അവന് നഷ്ടപ്പെട്ടു പോകാതെ ബാക്കിയാകുമായിരുന്നു. ഇത് ബുദ്ധിയാണ്. സുബ്ഹാനല്ലാഹ്, ജനങ്ങളുടെ ഈ വിഷയത്തിലുള്ള ബുദ്ധി തലതിരിഞ്ഞു പോയിരിക്കുന്നു. കാരണം അവർ കണ്ടുപഠിച്ചിട്ടുള്ളത്, അവർ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളത് സിനിമ കഥകളാണ്. മനസ്സിലായില്ലേ? അതിലെ പകരം വീട്ടലും പ്രതികാരം ചെയ്യലും അടിച്ചൊതുക്കലും അല്ലേ. വളരെ ദഈഫായ ഒരു മനുഷ്യൻ അവൻ പ്രതികാരം ചെയ്ത് വലിയ ആളുകളൊക്കെ തോൽപ്പിക്കുന്നതായിരിക്കും ഇതിലൂടെ കണ്ടിട്ടുണ്ട്. ഇതാണ് ആളുകൾ മനസ്സിലുള്ളത്. ഈ തരത്തിലുള്ള വ്യാജ ഹീറോയിസങ്ങളാണ് ആളുകളുടെ ഉള്ളിലുള്ളത്. ഇതാണ് ദുനിയാവിലാണ് വിചാരിച്ചിട്ടുള്ളത്. അല്ല, ഇത് നീ കണ്ടിട്ടുള്ള സ്വപ്നലോകമാണ്, മായാവലോകമാണ്. ദുനിയാവിൽ നീ ഇറങ്ങിയാൽ ജീവിതത്തിൻ്റെ പരിക്കൻ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി ഇതൊന്നുമല്ല കാര്യം. നിനക്കെല്ലാത്തിനും പകരം വീട്ടാൻ നിനക്ക് സാധിക്കില്ല. ഇല്ല, ബുദ്ധിയാണ് സഹോദരങ്ങളെ പ്രയോഗിക്കുക, അല്ലാതെ വികാരങ്ങളല്ല. ഇത് നമുക്ക് ചെറുതിലും വലുതിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. വലുതിലും ചെറുതിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് വികാരം കൊണ്ട് എന്തൊക്കെ പറയാം അല്ലേ. നാവ് കൊണ്ട് നമുക്ക് ഏത് വലിയ യുദ്ധവും ജയിക്കാം. നാവ് കൊണ്ട് ഏത് ഭരണകൂടങ്ങളെ നമുക്ക് മറിച്ചിടാം. പക്ഷെ യാഥാർത്ഥ്യം അതായിരിക്കുകയില്ല. ഇസ്ലാം യാഥാർത്ഥ്യത്തിൻ്റെ ദീനാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്താണോ അതാണ് ഈ ദീൻ, അതിനാണ് കൈകാര്യം ചെയ്തത്. അല്ലാതെ ആളുകളുടെ തോന്നലുകളെയോ അവരുടെ വികാരങ്ങളെയോ അല്ല. അപ്പം നമുക്ക് ഈ ആനുകാലിക പ്രശ്നങ്ങളിൽ ചില വേദദോഷികൾ പറയാറുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ ദീനും അല്ലെങ്കിൽ നിങ്ങൾ സലഫിയത്തും രാഷ്ട്രീയമൊന്നും കൂട്ടിക്കലർത്തരുത്. കൂട്ടരെ, നിങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഏത് കാര്യവും വിലയിരുത്താനുള്ളത് ഈ ദീനനുസരിച്ചാണ്. അത് രാഷ്ട്രീയമായാലും അത് എന്തായാലും, അത് യുദ്ധമായാലും സമാധാനമായാലും നമുക്കിത് വിലയിരുത്താൻ ദീനാണ് നമ്മളെ മുന്നിലുള്ള മാനദണ്ഡം. നിങ്ങൾ ഈ പറയുന്ന വ്യാജ രാഷ്ട്രീയങ്ങളല്ല. ഈ പറയുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ദീനും തിരിഞ്ഞിട്ടില്ല, രാഷ്ട്രീയം തിരിഞ്ഞിട്ടില്ല. ഇവർ നമ്മളെ ആരോപിക്കും നിങ്ങൾക്ക് രാഷ്ട്രീയം അറിയില്ല എന്നാണ്. നിങ്ങൾക്ക് രണ്ടും അറിയില്ല, ദീനും അറിയില്ല, രാഷ്ട്രീയം അറിയില്ല. രാഷ്ട്രീയം യഥാർത്ഥത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണോ അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അറിവുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണ്, ദീൻ പഠിച്ചവരാണ്. അവർക്കാണ് രാഷ്ട്രീയം തിരിഞ്ഞിട്ടുള്ളത്, ദീനും തിരിഞ്ഞിട്ടുള്ളത്. ഇവർക്ക് മനസ്സിലായിട്ടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് അവൻ്റെ ഖുർആനിലൂടെ പഠിപ്പിച്ച ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ആളുകൾക്കറിയാം എന്താണ് രാഷ്ട്രീയം, എന്താണ് അധികാരമെന്ന്, അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, എന്താണ് യുദ്ധം, എന്താണ് സമാധാനം, അതറിയാം. അതുകൊണ്ടാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ളവർ പറഞ്ഞത്, ഇന്നൽ ഫിത്നത ഇദാ അഖ്ബലത് അറഫഹൽ ആലിം വഇദാ അദ്ബറത് വതവല്ലത് അറഫഹ കുല്ലു ജാഹിൽ. ഫിത്ന വന്നാൽ, കുഴപ്പങ്ങൾ വന്നാൽ, അപ്പോൾ അത് വരുമ്പോൾ തന്നെ ഇൽമുള്ള ആളുകൾ, വിവരമുള്ളവർ തിരിച്ചറിയും. വഇദാ അദ്ബറത് വതവല്ലത്, എന്നാൽ അത് വന്ന് തിരിച്ചു പോയാൽ അറഫഹ കുല്ലു ജാഹിൽ, എല്ലാ ജാഹിലിനും മനസ്സിലാവും ഒരു ഫിത്നയായിരുന്നു വന്നത് എന്ന്. ഫിത്നകളുടെ കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന, കടപുഴകി വീഴുന്ന വൻ മരങ്ങളുണ്ടാകും. ആ പൊടിപടലത്തിൽ ആർക്കും തിരിയില്ല, ഒന്നും മനസ്സിലാവില്ല, വേറുള്ളവർക്ക് മനസ്സിലാവും. പൊടിയൊക്കെ അടങ്ങിയാൽ ആളുകൾക്ക് തിരി, ആരൊക്കെ വീണിട്ടുണ്ട്, ആരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഫിത്നകളുടെ സമയത്ത് നമ്മുടെ സംസാരം എപ്പോഴും ശ്രദ്ധിക്കുക, നേരെയാക്കുക. അറിയില്ലേ, മിണ്ടാതിരിക്കുക, എത്ര നല്ല കാര്യമാണ് മിണ്ടാതിരിക്കുക എന്ന്. അതല്ലാതെ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള വേറെ കുറേ ആളുകൾ, ദീൻ പഠിച്ചിട്ടുള്ള വേറെ കുറേ ആൾ, ദീൻ പഠിച്ചവർക്ക് രാഷ്ട്രീയം അറിയില്ല. ഇതൊക്കെ ആര് പഠിപ്പിച്ചതാണ്? അല്ല, ദീൻ പഠിച്ചവർക്കാണ് രാഷ്ട്രീയം അറിയുന്നത്, ദീനും അറിയുന്നത്. ദീൻ യഥാവിധി പഠിച്ചവർക്കാണ് മുസ്ലിമീങ്ങളുടെ രാഷ്ട്രീയവും അവരുടെ അധികാരം, അവരുടെ യുദ്ധവും സമാധാനവും ഇതൊക്കെ അറിയുന്നതും സംസാരിക്കാൻ അവകാശമുള്ളത്. അള്ളാഹു നമ്മെ എല്ലാ ഫിത്നകളിലും അവൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഫിത്നകളിൽ അകപ്പെടാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. പകരം വീട്ടി ഒക്കെ ശരിയാക്കി കളയാം എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. മറിച്ച് പകരം വീട്ടിയാൽ ചിലപ്പോൾ അതിനേക്കാൾ വലിയ ഉപദ്രവം ഇങ്ങോട്ട് ചെയ്യും. ഒരു ഉപദ്രവം ഉണ്ടായി, നീ അതിന് തിരിച്ചടിക്കാൻ പോയിട്ട് അതിനേക്കാൾ വലിയ നഷ്ടം നിനക്കുണ്ടായാലും പിന്നെ രാവും പകലും അവൻ്റെ ചിന്ത നിന്നെ എങ്ങനെ ഉപദ്രവിക്കാവുന്നതായിരിക്കും. അല്ല, നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? അല്ലല്ലോ. നമ്മുടെ സമ്പത്ത്, നമ്മുടെ കൂടെ ജീവിക്കുക, നമ്മുടെ കുടുംബം, നമ്മുടെ ഉമ്മത്ത്, നമ്മുടെ അഭിമാനം, ഇതൊക്കെ നമുക്ക് സംരക്ഷിക്കേണ്ടതാണ്. അതൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടത്. അതൊന്നും അപകടത്തിനോ അല്ലെങ്കിൽ ഇഹാനത്തിനോ അപമാനത്തിനോ അപകടത്തിനോ വെച്ചു കൊടുക്കാൻ നമുക്ക് പാടില്ല. നിൻ്റെ നഫ്സിന് വെച്ചു കൊടുക്കാൻ പാടില്ല. അതറിയോ നിനക്ക്? നിൻ്റെ നഫ്സ്, നിൻ്റെ ശരീരം, നിൻ്റെ
ഉടമസ്ഥതയിലാണോ, അതിൻ്റെ യഥാർത്ഥ അവകാശി നീയാണോ, അല്ല നിൻ്റെ റബ്ബാണ്. അല്ലെങ്കിൽ ആത്മഹത്യ ഈ ദീനിൽ എന്തിന് കുറ്റകരമാകണം? ഖത്ലു നഫ്സ് കൊടിയ ഹറാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ആത്മഹത്യ ചെയ്തു, അപ്പോൾ അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞു, ബഅദറനി അബ്ദി ബിനഫ്സിഹി ഹറംതു അലൈഹിൽ ജന്ന. ബഅദറനി അബ്ദി ബിനഫ്സിഹി ഹറംതു അലൈഹിൽ ജന്ന. എൻ്റെ അടിമ അവൻ്റെ റൂഹുമായി, അവൻ്റെ നഫ്സുമായി എൻ്റെ അരികിലേക്ക് ധൃതി കൂട്ടി വന്നു കളഞ്ഞു. ഹറംതു അലൈഹിൽ ജന്ന, അവന് ഞാൻ സ്വർഗം ഹറാമാക്കി കളഞ്ഞു. അള്ളാഹു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താണ് നമ്മുടെ ശരീരം, അതിൻ്റെ പൂർണ്ണ അവകാശം നമുക്കാണോ? അല്ല, നമ്മുടെ റബ്ബിനാണ് അവകാശമുള്ളത്. അവിടെ നിന്നെ അപമാനത്തിന് വെച്ചു കൊടുക്കാൻ നിനക്ക് പാടില്ല. നിന്റെ നഫ്സിനെ അപമാനിക്കപ്പെടുന്നൊരു കാര്യത്ത് വെച്ചു കൊടുക്കാൻ പാടില്ല. അല്ല, ഒരു സ്ഥലത്ത് അവിടെ ടിക്കറ്റ് എടുക്കണം എന്നതാണ് അവിടുത്തെ നിയമം, മനസ്സിലായില്ലേ? ചിലപ്പോൾ ആ നാട്ടിലെ ഭരണകൂടം തികച്ചും അന്യായമായി അതിക്രമമായി ജനങ്ങളുടെയൊക്കെ സ്വത്ത് കവർന്ന് എടുക്കുന്നുണ്ടാവും. ജനങ്ങളിൽ നിന്ന് ധാരാളം അന്യായം ചിലപ്പോൾ അവർ നടത്തുന്നുണ്ടാവും. പക്ഷെ അവിടെ അവർ വെച്ചിട്ടുള്ള നിയമം ഇതാണ്: നീ അവിടെ ടിക്കറ്റ് എടുക്കാതെ കയറിയാൽ അത് പരിശോധിക്കാൻ വന്ന ആളുടെ മുന്നിൽ നീ അപമാനിക്കപ്പെടും. ചിലപ്പോൾ നീ ആരെ പ്രതിനിധീകരിക്കുന്നോ അവർ, ആ ഉമ്മത്ത് മൊത്തം അപമാനിക്കപ്പെടും. നീ ജയിലിൽ അടക്കപ്പെടും. നിൻ്റെ നഫ്സ് അവിടെ ഇഹാനത്തിന്, അപമാനത്തിന് വിധേയനാവുകയാണ്. അങ്ങനെ നിൻ്റെ നഫ്സിനെ അതിന് വെച്ചു കൊടുക്കാൻ എനിക്ക് പാടില്ല. അതിനൊരു വിലയുണ്ട്, അതിന് നീ വെച്ചു കൊടുക്കാൻ പാടില്ല. ആ ഷർറിന് നീ നിന്നെ വെച്ചു കൊടുക്കാൻ പാടില്ല. ഇതൊരു ഉദാഹരണം മാത്രം. ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സൂചനകൾ മതി. ബാക്കിയുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ആലോചിക്കുക. നിൻ്റെ നഫ്സിനെ അപമാനത്തിൽ വെച്ചു കൊടുക്കാൻ നിനക്ക് പാടില്ല എങ്കിൽ അതുപോലെ രക്തവും സമ്പത്തും നിൻ്റെ കുടുംബവും ഇതൊക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യതയാണ്. ഇതുപോലുള്ള വിവരദോഷങ്ങൾ പ്രവർത്തിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്വന്തം നഫ്സിനെയോ കുടുംബത്തെയോ അഭിമാനത്തെയോ സമ്പത്തിനെയോ ഒന്നും നാശത്തിന് വെച്ചു കൊടുക്കാൻ നമുക്ക് പാടില്ല എന്നത് മനസ്സിലാക്കുക. 16 أن من اعتاد الانتقام ولم يصبر لابد أن يقع في الظلم فإن النفس لا تقتصر على قدر العدل الواجب لها لا علما ولا إرادة. سبحان الله. പകരം വീട്ടൽ ശീലമാക്കിയ ഒരാൾ, തിരിച്ചടിക്കലാണ് അവൻ്റെ ശീലം. ഒന്നും വിട്ടുകൊടുത്തൊരു ശീലമില്ല. എന്നോട് കളിച്ച ഒരാളെ ഞാൻ വിട്ടിട്ടില്ല. നമുക്ക് വീമ്പിളക്കുന്ന ആളുകളെ കാണാം. അത് ശീലമാക്കിയ ഒരുവൻ യാതൊരു സംശയവുമില്ല അവൻ പല സന്ദർഭങ്ങളിലും പരിധി വിടും. കാരണം പകരം എത്രയാണ് ഇതിൻ്റെ അളവ്, എന്നോട് ചെയ്ത് എത്രയാണ്, ഇത് അളന്ന് തൂക്കി തിരിച്ചടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തിരിച്ചടി, പ്രതികാരം ശീലമാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പലപ്പോഴും അവൻ നിർബന്ധമായ, അവന് അനുവദിക്കപ്പെട്ട പരിധിക്കപ്പുറം പോവുക, അത് പലപ്പോഴും സംഭവിക്കും. കൃത്യമായ തോതെത്രയാണ്, തിരിച്ചു ചെയ്യേണ്ടതിൻ്റെ കൃത്യമായ തോതെത്രയാണ് എന്ന് അറിയാനും ഒരാൾക്ക് പലപ്പോഴും സാധിക്കില്ല. അത്രമാത്രം ചെയ്യാൻ, അത്രേ ചെയ്യണ്ടു എന്ന് തീരുമാനിക്കാനും കഴിയില്ല. നോക്കൂ നിങ്ങൾ, കൃത്യമായ തോതെത്രയാണ് എന്ന് അറിയാനും സാധിക്കില്ല. പിന്നെയോ അത്രേ ഞാൻ ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കാനും ആളുകൾക്ക് പലപ്പോഴും സാധിക്കുകയില്ല. അപ്പോൾ അവൻ തനിക്ക് അനുവദിക്കപ്പെട്ട പ്രതിക്രിയയുടെ പരിധി വിട്ട് അക്രമത്തിലേക്ക് പോകും. فإن الغضب يخرج بصاحبه إلى حد لا يعقل ما يقول ويفعل. കോപം മനുഷ്യനെ താൻ എന്തു പറയുന്നു, താൻ എന്തു ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദേഷ്യം പിടിച്ചാൽ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുകയില്ല എന്തു പറയുന്നു എന്നത്, എന്തു ചെയ്യുന്നു എന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചാൽ സ്വന്തം ശരീരത്തെ അതിന് പലതും സാധിക്കാത്ത രൂപത്തിലേക്കാക്കാൻ പറഞ്ഞത്. എങ്ങനെ? നീ നിൽക്കുകയാണോ എന്ത് ചെയ്യുക? ഇരിക്കുക. കാരണം ഇരുന്നാൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിന്നാൽ ചെയ്യാൻ സാധിക്കും. ഇരിക്കുക. ഇരുന്നിട്ടാണ് ദേഷ്യം പിടിച്ചതെങ്കിൽ കിടക്കുക. ചില ഹദീസുകളിൽ ആ ഹദീസിൻ്റെ സനദിനെക്കുറിച്ച് ചില ചർച്ചകളുണ്ട്. വുദൂ ചെയ്യാൻ പറഞ്ഞു. കാരണം പിശാച് തീ കൊണ്ട് പടക്കപ്പെട്ടവനാണ്. അവനിൽ നിന്നുണ്ടാകുന്നതാണ് കോപം. അതിനെ വെള്ളം കൊണ്ട് കെടുത്തിക്കളയുക എന്നർത്ഥത്തിൽ. അതുപോലെ എന്തു പറയുക? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക. രണ്ടുപേർ പരസ്പരം ഷണ്ഠ കൂടുന്നു. അവരിലൊരാളുടെ കഴുത്തിൽ ഞരമ്പിങ്ങനെ തുടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. നബി പറഞ്ഞു, ഇന്നി ലഅലമു കലിമ ലൗ ഖാലഹ
ലദഹബ അൻഹു മാ യജിദ്. എനിക്കൊരു വാക്കറിയാം, അയാളത് പറഞ്ഞിരുന്നെങ്കിൽ അവനിപ്പോൾ അനുഭവിക്കുന്നത്, അവനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നീങ്ങിപ്പോകുമായിരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ട ഒരാൾ അയാളോട് ചെന്ന് പറഞ്ഞു കൊടുത്തു, നബി പറയുന്നുണ്ട് ഇങ്ങനെ പറയാൻ. കോപം കൊണ്ട്, ദേഷ്യം കൊണ്ട് ആ മനുഷ്യൻ ചോദിക്കാൻ, അബി ജുനൂൻ, എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയാൾക്ക് ദേഷ്യം കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്ക് പറയാൻ പോലും സാധിക്കുന്നില്ല. അബി ജുനൂൻ, എനിക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കാൻ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പോയ ആളോട് ഇത് പറയാതിരുന്നത്. നബി നേരിട്ട് പോയ ആളോട് ഇത് പറഞ്ഞില്ലല്ലോ, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയാൻ. മറിച്ച് നബി പറയുക, എനിക്കൊരു വാക്കറിയാം, അത് അയാൾ പറഞ്ഞാൽ അയാളിപ്പോൾ നേരിടുന്ന ദേഷ്യം നീങ്ങിപ്പോകും. അപ്പോൾ കേട്ട ഒരാൾ ചെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കുക. പണ്ഡിതന്മാരിൽ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോടുള്ള റഹ്മത്ത് കൊണ്ട് നേരിട്ട് പോയി പറയാതിരുന്നതായിരിക്കാം. കാരണം അപ്പറഞ്ഞ മറുപടി നബിയോടാണ് നേരിട്ട് അയാൾ പറഞ്ഞതെങ്കിൽ കഥ മാറുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമോട് അതുപോലത്തെ വാക്ക് പറയുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അയാളോട് പോയി അത് പറയാതിരുന്നത്. പക്ഷെ ദേഷ്യം കൊണ്ട് ആൾ ചോദിക്കണം, അബി ജുനൂൻ, എനിക്കെന്താ ഭ്രാന്തുണ്ടോ? അല്ലാഹുവിൻ്റെ കലീം മൂസ അലൈഹിസ്സലാം ജനങ്ങൾ ഈ ശിർക്കിലകപ്പെട്ട കോപം കൊണ്ട് തൗറാത്ത് രേഖപ്പെടുത്തിയ പലകകൾ താഴെയിട്ടു. സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിൻ്റെ താടിക്കും മുടിക്കും പിടിച്ചു വലിച്ചു. അള്ളാഹു അതേക്കുറിച്ച് പറഞ്ഞ എന്താണ് അതിന് ശേഷം? വലമ്മ സകത അൻ മൂസൽ ഗളബ്. മൂസ അലൈഹിസ്സലാമിൻ്റെ കോപം അത് നിശബ്ദമായപ്പോൾ, സക്കത്ത എന്ന വാക്കാണ് പ്രയോഗിച്ചു. പണ്ഡിതന്മാർ പറഞ്ഞു, കാരണം കോപം പലതും ചെയ്യാൻ കൽപ്പിക്കും, നിന്നോട് പലതും ചെയ്യാൻ പറയും. അതുകൊണ്ടാണ് അള്ളാഹു ആ കോപം അടങ്ങിയതിനെ കുറിച്ച് എന്തു പറയും? ഫലമ്മ സകത അൻ മൂസൽ ഗളബ്, കോപം നിശബ്ദമായപ്പോൾ എന്ന് പറഞ്ഞത്. അത് പിടിച്ചു വെക്കുക ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് വന്നാൽ ഒരാൾക്ക് എന്തു പറയുന്നു, എന്ത് ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോയേക്കും. അതുകൊണ്ട് പകരം വീട്ടാൻ പോയാലോ വിചാരിച്ചെടുത്ത് നിൽക്കുകയില്ല, അയാൾക്ക് അനുവദിക്കപ്പെട്ട പരിധിയിൽ നിൽക്കുകയില്ല, പരിധി വിട്ടുപോകും. അങ്ങനെ എന്തായിത്തീരും ആലോചിച്ച് നോക്കൂ. فبينما هو مظلوم ينتظر النصر والعز إذا انقلب ظالما ينتظر المقت والعقوبة. പകരം വീട്ടുന്നതിന് മുമ്പ് അയാൾ മദ്ലൂമായിരുന്നു, മർദ്ദിതനായിരുന്നു, അക്രമത്തിന് വിധേയനായിരുന്നു. അക്രമത്തിന് വിധേയനായവന് കാത്തിരിക്കാനുള്ളത് എന്താണ്? അള്ളാഹുവിൻ്റെ സഹായവും പ്രതാപവുമാണ്. അള്ളാഹു അവനെ സഹായിക്കും, അള്ളാഹു അന്തസ്സ് നൽകും. അതാണ് അവന് കാത്തിരിക്കാനുണ്ടായിരുന്നത്. അവന് പ്രതീക്ഷ വെക്കാൻ അവകാശമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അർഹതയുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു. ഇവരിപ്പോൾ എന്തായി മാറി? ഈ മദ്ലൂം ബാലിമായി മാറി. പകരം വീട്ടി പരിധി വിട്ടതോടെ അവൻ അക്രമിയായി മാറി. ഇനി അവന് കാത്തിരിക്കാനുള്ളത് എന്താണ്? അൽ മഖ്ത വൽ ഉഖൂബ, അള്ളാഹുവിൻ്റെ കോപവും അവൻ്റെ ശിക്ഷയുമാണ് ഇനി അവനെ കാത്തിരിക്കുന്നത്. മദ്ലൂം ബാലിമായി മാറുന്നു. എന്താണ് അവൻ ഇതിലേക്ക് എത്തിച്ചത്? പകരം വീട്ടലാണ്. 17 أن هذه المظلمة التي ظلمها هي سبب إما لتكفير سيئته أو رفع درجته فإذا انتقم ولم يصبر لم تكن مكفرة لسيئته ولا رافعة لدرجته. അവൻ നേരിട്ട അതിക്രമം അതവൻ്റെ പാപം പൊറുക്കാൻ, അള്ളാഹുവിങ്കൽ പദവി ഉയരാൻ കാരണമായിരുന്നു. പക്ഷെ ക്ഷമിക്കാതെ പകരം വീട്ടാൻ ഒരുങ്ങിയിറങ്ങിയപ്പോൾ തിന്മകൾ പൊറുക്കപ്പെടാനുള്ള അവസരം നഷ്ടപ്പെട്ടു. അള്ളാഹുവിങ്കൽ സ്ഥാനങ്ങൾ ഉയരാനുള്ള അവസരം നഷ്ടപ്പെട്ടു. പ്രതികാരം കൊണ്ട് അവന് പോയതാണ് പാപമോചനവും അതുപോലെ ആ പദവികൾ ഉയരാനുള്ള അവസരവും. 18 أن عفوه وصبره من أكبر الجند له على خصمه فإن من صبر وعفا كان صبره وعفوه موجبا لذل عدوه وخوفه وخشيته منه ومن الناس. മാപ്പ് നൽകിയാൽ, ക്ഷമിച്ചാൽ, ആ മാപ്പും ക്ഷമയും അവൻ്റെ കൂടെ നിൽക്കുന്ന സൈന്യമായിരുന്നു എതിരാളിക്കെതിരിൽ, അവൻ്റെ ശത്രുവിനെതിരിൽ. കാരണം ക്ഷമിച്ചാൽ, മാപ്പ് നൽകിയാൽ അത് ശത്രുവിനെ നിന്ദനാക്കി കളയും. അവൻ പേടിക്കും, ഇവനെയും പേടിക്കും, ആളുകളെയും പേടിക്കും. കാരണം فإن الناس لا يسكتون عن خصمه. ഒരു അക്രമത്തിന് വിധേയനായ ഒരുവൻ, മർദ്ദിതനായ ഒരാൾ, അവൻ മിണ്ടാതിരുന്നാലും ആളുകൾ മിണ്ടാതിരിക്കുമോ? ഇല്ല. ആളുകൾ അതേക്കുറിച്ച് പറയും, പ്രതികരിക്കും, സംസാരിക്കും. وإن سكت هو فإن الناس لا يسكتون عن خصمه وإن سكت هو فإذا انتقم زال ذلك كله. ഇതൊക്കെ ഇല്ലാതായിത്തീരും. ആളുകളുടെ പിന്തുണയും അതുപോലെ അവൻ്റെ എതിരാളി അതുവരെ പേടിച്ചിരുന്ന അവസ്ഥയൊക്കെ തിരിച്ചടിക്കുന്നതോടെ ഇല്ലാതായിത്തീരും. ولهذا تجد كثيرا من الناس
ഇദാ ശതമ ഗൈറഹു ഔ ആദാഹ് യുഹിബ്ബു അൻ യസ്തൗഫിയ മിൻ. ഇതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, പല ആളുകളും ഒരാളെ ചീത്ത വിളിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇവനൊന്ന് തിരിച്ച് ചീത്ത വിളിച്ചിരുന്നെങ്കിൽ, ഉപദ്രവിച്ചിരുന്നെങ്കിൽ എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഫൈദാ ഖാബലഹു ഇസ്തറാഹ്, തിരിച്ചു കിട്ടിയാൽ അതോടെ അവന് റാഹത്തായി. അത് തിരിച്ചു ചെയ്തല്ലോ, ഇങ്ങോട്ടും കിട്ടിയല്ലോ, ഇനി എന്തിന് ഞാൻ പേടിക്കണം. വഅൽഖഅൻഹു സിഖലൻ കാന യജിദു, നേരത്തെ അവൻ്റെ മുതുകിലുണ്ടായിരുന്ന ഭാരം അതോടെ അവൻ ഇറക്കി വെക്കും. ഈ അവസരമാണ് യഥാർത്ഥത്തിൽ തിരിച്ചടിക്കുന്നവൻ ശത്രുവിന് കൊടുക്കുന്നത്. നീ മാപ്പ് നൽകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ പരാജയപ്പെടുന്നത്. നീ മാപ്പ് നൽകുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോഴാണ് നിൻ്റെ കൂടെ ശക്തമായ സൈന്യവും ആളുകളെയും ജനപിന്തുണയൊക്കെ നിനക്ക് ഉണ്ടാകുന്നത് അപ്പോഴാണ്. കാരണം അക്രമി അവൻ്റെ അക്രമം അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ അത് ആളുകൾ തിരിച്ചറിയും, ജനങ്ങളത് മനസ്സിലാക്കും. തിരിച്ചടിച്ചാൽ അതോടെ അത് ഇല്ലാതായിത്തീർന്നു. ഇനി നോക്കൂ, 19 أنه إذا عفى عن خصمه استشعرت نفس خصمه أنه فوقه وأنه قد ربح عليه فلا يزال يرى نفسه دونه وكفى بهذا فضلا وشرفا للعفو. ഒരാൾ മാപ്പ് നൽകിയാൽ എതിരാളി തിരിച്ചറിയും താൻ ആരെയാണ് ഉപദ്രവിച്ചത്, അവൻ തന്നെക്കാൾ മുകളിൽ ആയിട്ടുണ്ട്, അവനാണ് ലാഭം നേടിയിട്ടുള്ളത്, ഞാൻ യഥാർത്ഥത്തിൽ അവൻ്റെ താഴെയാണ് എന്ന് നിന്നെ ഉപദ്രവിച്ചവൻ മനസ്സിലാക്കും. 20 ഇത് അവസാനത്തേതാണ്. അന്നഹു ഇദാ അഫാ വസഫഹ കാനത് ഹാദിഹി ഹസൻ, നീ മാപ്പ് നൽകിയാൽ വിട്ടുകൊടുത്താൽ ഇതൊരു നന്മയാണ്. ഫതുവല്ലിദു ലഹു ഹസനതൻ ഉഖറ, നന്മയുടെ പ്രത്യേകത എന്താണ്? നന്മ മറ്റൊരു നന്മക്ക് അതിന് ജന്മം നൽകും, നന്മ മറ്റൊരു നന്മയിലേക്ക് നയിക്കും. വതിൽകൽ ഉഖറ തുവല്ലിദു ലഹു ഉഖറ, അത് മറ്റൊരു നന്മ ഉണ്ടാക്കും. വഹലുമ്മ ജറൻ, ഇങ്ങനെ നന്മകൾ വീണ്ടും വീണ്ടും നന്മകളെ കൊണ്ടുവരും. ഫലാ തസാലു ഹസനാതുഹു ഫി മസീദിൻ ഫഇന്ന മിൻ സവാബിൽ ഹസനതി അൽ ഹസന, അങ്ങനെ അവൻ്റെ നന്മ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം നന്മക്കുള്ള പ്രതിഫലത്തിൻ്റെ ഭാഗമാണ് നന്മ വേറൊരു നന്മ കൊണ്ടുവരും എന്നത്. ഒരു നന്മ ചെയ്താൽ അത് വേറൊരു നന്മയിലേക്ക് നിന്നെ നയിക്കും, അത് വേറൊരു നന്മയിലേക്ക്. കമാ അന്ന മിൻ ഇഖാബി സയ്യിഅ അസ്സയ്യിഅത ബഅദഹ, തിന്മക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയിൽപ്പെട്ടതാണ് എന്ത്? ഒരു തിന്മ വേറൊരു തിന്മയിലേക്ക് നിന്നെ കൊണ്ടുപോകും എന്നത്. അത് തിന്മക്കുള്ള ശിക്ഷയുടെ ഭാഗമാണ്. വറുബ്ബമാ കാന ഹാദാ സബബൻ ലിനജാതിഹി വസആദതിഹി അൽ അബദിയ്യ, ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ നീ ക്ഷമിച്ച ഒരു ക്ഷമ, നീ നൽകിയ ഒരു മാപ്പായിരിക്കും എന്നേക്കുമുള്ള സൗഭാഗ്യത്തിലേക്ക് നിന്നെ നയിച്ചത്. കാരണം അത് വേറൊരു നന്മയിലേക്ക് അങ്ങനെ 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 പരലോകത്ത് നിന്നെ അത് രക്ഷപ്പെടുത്തും. ഫൈദൻ തഖമ വൻതസറ സാല ദാലിക്, നീ പകരം വിട്ടിയാൽ തിരിച്ചടിച്ചാൽ ഇതൊക്കെ ഇല്ലാതായി, ഈ വലിയ ഈ കാര്യം ഇല്ലാതായി, പരലോകത്ത് നീ രക്ഷപ്പെട്ടേക്കാവുന്ന മഹാസൗഭാഗ്യം ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ മനോഹരമായ റിസാലയിൽ പഠിപ്പിച്ച 20 ജനങ്ങളുടെ ഉപദ്രവങ്ങളിൽ ക്ഷമിക്കാനുള്ള വഴികൾ. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കൂടെ ശുക്റിനെ കുറിച്ച് അഥവാ നന്ദിയെക്കുറിച്ചുള്ള ഒരു ഭാഗവും ഷെയ്ഖുൽ ഇസ്ലാം എഴുതിയിരുന്നു. പക്ഷേ ഇതാണ് പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ട ആളുകളുടെ കയ്യിൽ കൂടുതൽ പ്രസിദ്ധമായി വന്നിട്ടുള്ള ഭാഗം. അതുകൊണ്ടാണ് താഴെ ഒരു വരി കാണുക, അസ്ലുസാനെ ശുക്ർ, രണ്ടാമത്തെ അടിത്തറ അത് നന്ദിയാണ്. വഹുവൽ അമലു ബിതാഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് ശുക്ർ എന്ന് പറയുന്നത്. അപ്പോൾ സബറും ശുക്റുമാണ് 2 അടിത്തറകൾ. അത് ഈ റിസാലയുടെ തുടക്കത്തിൽ നമ്മൾ ആമുഖമായി നമ്മൾ വായിച്ചിരുന്നു, പഠിച്ചിരുന്നു. ഈ സഹോദരങ്ങൾ അവസാനമായി പറയട്ടെ, സബർ, ക്ഷമ എന്ന് പറയുന്നത് അത് പറയാനും പ്രസംഗിക്കാനും കേൾക്കാനും ഒക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ അതിൻ്റെ സമയമെത്തിയാൽ, അത് ചെയ്യേണ്ട സന്ദർഭമെത്തിയാൽ അതിന് സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തരമായ തൗഫീഖ് ഉണ്ടായേ പറ്റൂ. അത് സിജീയത്തായി ലഭിച്ച ആളുകളുണ്ടാവും, അഥവാ വിട്ടുകൊടുക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുക എന്നത് അവൻ്റെ പ്രകൃതമാണ്. അങ്ങനെ നല്ല പ്രകൃതം അള്ളാഹു സൃഷ്ടിപ്പിൽ തന്നെ നൽകിയ ആളുകളുണ്ടാവും. അവർ അതിന് അള്ളാഹുവിനെ സ്തുതിക്കുക, ആ സൽസ്വഭാവം നിലനിർത്തുക. ചില ആളുകൾക്ക് പ്രകൃതിപരമായി അത് കിട്ടിയിട്ടുണ്ടാവുകയില്ല. അവൻ്റെ പ്രകൃതം എപ്പോഴും തിരിച്ചടിക്കുന്നതിൻ്റെ, വേഗം പ്രതികരിക്കുന്നതിൻ്റെ പ്രകൃതമായിരിക്കും. അങ്ങനെ ഉള്ളവർ ആ പ്രകൃതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ക്ഷമിച്ച് ശീലിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യതസബ്ബർ യുസബ്ബിറുല്ലാഹ്, ഒരാൾ ക്ഷമിച്ച് ശീലിച്ചാൽ അള്ളാഹുവിന് ക്ഷമ നൽകും. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വ ഇന്നമൽ ഹിൽമു ബിത്തഹല്ലും, അറിവ് പഠിച്ചേ കിട്ടൂ,
സഹനം, ക്ഷമ അത് സഹിച്ചേ കിട്ടൂ, ക്ഷമിച്ചേ കിട്ടൂ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അങ്ങനെയുള്ള അവൻ ദേഷ്യം പിടിക്കുന്ന പ്രതികരിച്ചു പോകുന്ന സന്ദർഭങ്ങളുണ്ടായാൽ ക്ഷമിക്കുക, അതിനേക്കാൾ ഒന്നുകൂടി വലുത് വന്നാൽ പിന്നെയും ക്ഷമിക്കുക, അങ്ങനെ അത് അവൻ ശീലമാക്കിക്കൊണ്ടിരും. ഇത് മാറുകയില്ല. ഇതെൻ്റെ പ്രകൃതം ഇങ്ങനെയാണ്, എൻ്റെ കുടുംബക്കാർ, എൻ്റെ ഉപ്പാപ്പാൻ്റെയും ഉപ്പാപ്പാൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൽ മുഴുവൻ ആളുകളുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരാൾ നിരാശനാകരുത്, നിഷേധ മനോഭാവം പുലർത്തരുത്. മറിച്ച് അത് മാറ്റാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഖൽബ് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അത് നൽകേണ്ടത്, നല്ലത് ഖൽബിന് നൽകേണ്ടത് റബ്ബാണ്. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുകയും ക്ഷമിച്ച് ശീലിക്കുകയും ചെയ്യുക. നീ എത്ര കാലം അതിന് ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല എങ്കിലും ഇനിയും ശ്രമിക്കുക. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ ഞാൻ 20 വർഷമായി എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, എനിക്ക് സാധിച്ചിട്ടില്ല, പക്ഷേ ഞാനത് തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് കാണാം. എന്നതുപോലെ നീ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുൻപ് വരെ തൗബ സ്വീകരിക്കും, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെയും. അതുകൊണ്ട് നിരാശരാകരുത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. നബിയുടെ ദുആയിൽപ്പെട്ടതാണ്, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അല്ലാഹുവേ അഹ്സൻത ഖൽഖി, നീ എൻ്റെ രൂപപ്രകൃതി, എൻ്റെ ശരീരം, എൻ്റെ രൂപം ഇതൊക്കെ നീ നന്നാക്കിയിട്ടുണ്ട്, എൻ്റെ സൃഷ്ടിപ്പ് നീ ഏറ്റവും നല്ല രൂപത്തിലാണ് പടച്ചത്. ഫഅഹ്സിൻ ഖുലുഖി, എൻ്റെ സ്വഭാവം നീ നന്നാക്കണമേ. ഖൽഖും ഖുലുഖും, ഖൽഖ് എന്നാൽ സൃഷ്ടിപ്പാണ്, അള്ളാഹു പടച്ച രൂപമാണ്, അത് അള്ളാഹു നന്നാക്കിയിരിക്കുന്നു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, അള്ളാഹു മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിൽ പടച്ചിരിക്കുന്നു. അതുകൊണ്ട് ദുആ ചെയ്യുക, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അള്ളാഹു നീ എൻ്റെ ഖൽഖ് നന്നാക്കിയിരിക്കുന്നു, നീ എൻ്റെ ഖുലുഖും എൻ്റെ സ്വഭാവം നന്നാക്കണമേ എന്ന് ധാരാളമായി ദുആ ചെയ്യുക. ഈ അർത്ഥത്തിലുള്ള ദുആ കണ്ണാടി നോക്കുമ്പോൾ ചൊല്ലിയിരുന്നു എന്ന് പറഞ്ഞ് ആളുകൾ പൊതുവെ അത് ചൊല്ലാറുണ്ട്. പക്ഷേ അങ്ങനെ ഹദീസ് സഹീഹായി വന്നിട്ടില്ല. മറിച്ച് ഈ ദുആ ഏത് സന്ദർഭത്തിലും ചെയ്യാവുന്ന ദുആ ആണ്. കണ്ണാടി നോക്കുമ്പോൾ ഒരു പ്രത്യേകമായ ദുആ സഹീഹായി വന്നിട്ടില്ല. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി എന്ന് ധാരാളമായി ദുആ ചെയ്യുക. അല്ലാഹുവേ അഹ്സൻത ഖൽഖി, നിൻ്റെ രൂപം നന്നാക്കിയിരിക്കുന്നു, ഫഅഹ്സിൻ ഖുലുഖി. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാം ഖുലുഖ് നന്നാക്കി നൽകുമാറാകട്ടെ. സബ്ർ റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم ربنا اغفر لنا ذنوبنا وارحمنا يا غافر المذنبين ويا أرحم الراحمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أحسنت خلقنا فأحسن خلقنا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم توفنا مسلمين وألحقنا بالصالحين. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.